السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സാദുൽ മുസ്തഖ്നി എന്ന ഫിഖ്ഹി ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള കർമ്മശാസ്ത്ര പഠന ക്ലാസ്സിൽ ത്വഹാറ എന്ന ഭാഗത്തിലെ ബാബുൽ ഹൈള്, ആർത്തവം എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ പൂർത്തീകരണവും അനുബന്ധമായി നിഫാസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു വെച്ചത്, ഒരാളുടെ പതിവ് മുറയേക്കാൾ അധികമായി ഉണ്ടാവുകയോ ആ പതിവ് മുറ നേരത്തെ വരികയോ അത് വൈകി വരികയോ ഒക്കെ ചെയ്താലുള്ള വിധികളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അവസാനം ഒമാ നഖസ അനിൽ ആദത്തി തുഹ്റുൻ ഒമാ ആദ ഫീഹാ ജലസത്തുഹു വസ്സുഫ്രത്തു വൽ ഖുദ്റത്തു ഫീ സമനിൽ ആദത്തി ഹൈലുൻ വമൻ റഅത് യൗമൻ ദമൻ വയൗമൻ നഖാഅൻ ഫദ്ദമു ഹൈലുൻ വന്നഖാഉ തുഹ്റുൻ മാലം യഅ്ബുർ അക്സറഹു ഇലാ ആഖിരി. തൊട്ടു മുമ്പ് പറഞ്ഞത്, ഒരു സ്ത്രീക്ക് സാധാരണ ഒരു മാസമുറയുണ്ട്. എല്ലാ മാസവും ഇന്ന ഡേറ്റിന് അവളുടെ ഹൈള് ആരംഭിക്കുന്നു, ഇത്ര ദിവസം അവൾക്ക് ഉണ്ടാവാറുണ്ട്. അതാണ് സാധാരണ അവളുടെ ഒരു പതിവ്. എന്നാൽ അതിനേക്കാൾ ഒരു മാസം അധികമുണ്ടായി. സാധാരണ 6-7 ദിവസമാണെങ്കിൽ ഒരു മാസം അവൾക്ക് 8, 10, 15 ദിവസം വരെ അവൾക്ക് ഉണ്ടായി. അല്ലെങ്കിൽ സാധാരണ പതിവിനേക്കാൾ നേരത്തെ ആരംഭിച്ചു. എല്ലാ മാസവും 10-ാം തീയതിയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഒരു മാസമായപ്പോൾ 1-ാം തീയതി തന്നെ ആരംഭിച്ചു. ഔ തഅഖറത്, അല്ലെങ്കിൽ വൈകി വന്നു. സാധാരണ 10-ാം തീയതി ആരംഭിക്കുന്നത് ആ മാസം 15-നോ 20-നൊക്കെയാണ് ആരംഭിച്ചത്. അങ്ങനെയൊക്കെ വന്നാൽ 3 തവണ ആവർത്തിച്ച് വരികയാണെങ്കിൽ അതാണ് അവളുടെ ഹൈള് എന്ന് കണക്കാക്കാം. അപ്പോൾ ആ ഒരു ആദത്ത് പിന്നെ നോക്കേണ്ടതില്ല, അത് മാറി എന്ന് മനസ്സിലാക്കിയാൽ മതി. എപ്പോഴാണോ രക്തമുണ്ടായത് അവിടെ മുതൽ അത് ആർത്തവം തന്നെയാണ്. 3 പ്രാവശ്യം അങ്ങനെ ഒരു സ്ഥിരമായി വരുന്നുവെങ്കിൽ പിന്നെ അവളുടെ ഹൈള് അതായി മാറുകയും ചെയ്തു. ഇനി ഒമാ നഖസ അനിൽ ആദത്തി തുഹ്റുൻ, കഴിഞ്ഞ ദിവസം അവസാനം നമ്മൾ പറഞ്ഞിരുന്നു. ഒമാ നഖസ അനിൽ ആദ, ആദത്തിനേക്കാളും ചുരുങ്ങി വന്നത്, ഫതുഹ്റുൻ തുഹ്റുൻ, അത് ശുദ്ധിയായി കണക്കാക്കാം. അഥവാ സാധാരണ അവൾക്ക് 6 ദിവസമോ 7 ദിവസമോ ഉണ്ടാവാറുണ്ട്. ഒരു മാസം 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ഉണ്ടായി അവസാനിച്ചു എങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ ശുദ്ധിയായി കണക്കാക്കാം. സാധാരണ എല്ലാ മാസവും 6 ദിവസമാണല്ലോ എന്ന് കരുതി ഇനി രക്തമില്ലെങ്കിലും 6 ദിവസം ഹൈളായി കണക്കാക്കണമോ? വേണ്ട. അതാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതിനോട് ചെറിയ അവ്യക്തത അവിടെ വന്നിരുന്നു അവസാന ഭാഗത്ത്. ഒമാ നഖസ അനിൽ ആദത്തി, അവളുടെ പതിവിനേക്കാളും ചുരുങ്ങിയത്, ഫ തുഹ്റുൻ, അത് തുഹ്റാകുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവാറുള്ളത് എത്രയാണോ അതിനേക്കാൾ ദിവസം ചുരുങ്ങിക്കൊണ്ടാണ് ഇത്തവണ
ആർത്തവമുണ്ടായത് എങ്കിൽ എപ്പോഴാണോ ശുദ്ധിയായത് അവിടെ മുതലുള്ള ബാക്കി ദിവസങ്ങൾ ശുദ്ധിയായി തന്നെ കണക്കാക്കാം. അല്ലാതെ സാധാരണ 6 ദിവസമല്ലേ, അവിടെ 6 ദിവസം ആവട്ടെ എന്നിട്ട് കുളിക്കാം എന്ന് കരുതി 6 ദിവസം വരെ രക്തമൊന്നും ഇല്ലെങ്കിലും അവൾ അങ്ങനെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. രക്തം എപ്പോൾ നിലച്ചുവോ അവിടെ മുതൽ കുളിച്ച് ശുദ്ധിയായി അവൾക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ ആരംഭിക്കാം. ശുദ്ധികാലമാണ് എന്നാണ് കണക്കാക്കേണ്ടത്. ഇനി ഒമാ ആദ ഫീഹ, ആ ആദത്തിൽ തന്നെ വീണ്ടും രക്തം തിരിച്ചു വന്നാൽ, ഒമാ ആദ ആവർത്തിച്ചാൽ, ഫീഹ ആ മുറയിൽ തന്നെ ആവർത്തിച്ചു, അഥവാ ഒരു 3 ദിവസം രക്തമുണ്ടായി, പിന്നെ ശുദ്ധിയായി, രക്തം നിലച്ചു, അവൾ കുളിച്ചു, നിസ്കാരമൊക്കെ ആരംഭിച്ചു, 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം വന്നു. അപ്പോൾ കണക്ക് പ്രകാരം അവളുടെ പതിവ് മുറയുടെ ആ ഡ്യൂറേഷൻ അവസാനിച്ചിട്ടില്ല. സാധാരണ അവൾക്ക് 7 ദിവസം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം 3 ദിവസം ഉണ്ടായി. 3 ദിവസം ഉണ്ടായി, രക്തം വന്നപ്പോൾ കുളിച്ച് ശുദ്ധിയായി, 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം വന്നു. അപ്പോൾ അവളുടെ സാധാരണ പതിവ് മാസം മുറയുടെ ആ ദിവസങ്ങൾ തന്നെയാണ് ഇപ്പോൾ രക്തം വീണ്ടും വന്നത് എങ്കിൽ ജലസത്ഹു, ആ ദിവസങ്ങൾ അവൾ കാത്തിരിക്കണം. നമസ്കാരം നമുക്ക് ഒഴിവാക്കി ഹൈലുകാരിയെപ്പോലെ അവൾ ഇരിക്കണം എന്നാണ്. അപ്പം ശുദ്ധിയായല്ലോ, ഇനി ഉണ്ടായത് ആർത്തവമല്ല എന്ന് വിചാരിക്കേണ്ടതില്ല. 3 ദിവസമോ 4 ദിവസമോ ഉണ്ടായി, പിന്നെ ഒരു ദിവസം പൂർണ്ണമായും രക്തമുണ്ടായില്ല, അതുകൊണ്ട് അവൾ കുളിച്ചു വൃത്തിയായി നിസ്കാരം നമുക്ക് ആരംഭിച്ചു, പിറ്റേന്ന് വീണ്ടും ആരംഭിച്ചു എങ്കിൽ അത് ആർത്തവമാകില്ല, അത് മറ്റു രക്തമായിരിക്കും എന്നല്ല വിചാരിക്കേണ്ടത്. കാരണം അവളുടെ പതിവ് അവസാനിച്ചിട്ടില്ല. അതാണ് ഒമാ ആദ ഫീഹ, ഫീഹാന അതിൽ, ആ പതിവ് മുറകളിൽ വീണ്ടും ആവർത്തിച്ചു വന്നതൊക്കെ ജലസത്തുഹു, ആ ദിവസങ്ങൾ അവൾ ഇരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കി അയലുകാരിയെ പോലെ ഇരിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. വസ്സുഫ്രത്തു വൽ ഖുദ്റത്തു ഫീ സമനിൽ ആദത്തി ഹൈലുൻ, സുഫ്രത്തും ഖുദ്റത്തും അഥവാ ആർത്തവങ്ങൾ നിലക്കുമ്പോൾ സ്ത്രീകൾക്ക് സാധാരണ ഉണ്ടാകാറുള്ള 2 അടയാളങ്ങളാണ് സുഫ്ര, ഖുദ്റ എന്ന് ഫുഖഹാക്കൾ പൊതുവെ പരിചയപ്പെടുത്തുന്നത്. അഥവാ ഒരു വെള്ള നിറത്തിൽ ഒരു ദ്രാവകം അവർക്ക് വരും സാധാരണ ഈ ഹൈല് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ വരാറുണ്ട്, ഒരു ചലം പോലെയുള്ള മഞ്ഞ നിറത്തിൽ വരുന്ന ദ്രാവകം, അതിനാണ് സുഫ്രത്ത് എന്ന് പറയുക. മഞ്ഞ നിറത്തിലുള്ളതാണ് സുഫ്രത്ത്, അസ്ഫർ നിറമായതുകൊണ്ടാണ് സുഫ്രത്ത് എന്ന പേര്. വെള്ള നിറത്തിൽ വരുന്നതിനാണ് ഖുദ്റത്ത്. വെള്ള നിറ സാധാരണ ഒരു ചുവപ്പിനോട് ഏതാണ്ടൊരു സാദൃശ്യമുള്ള രൂപത്തിൽ, തനി വെള്ളയല്ല, ചുവപ്പിലേക്ക് അടുത്ത രൂപത്തിലുള്ള ഒരു ദ്രവം സാധാരണ വരാറുണ്ട്, അതിനാണ് ഖുദ്റത്ത് എന്ന് പറയാറുള്ളത്. അപ്പം ഈ സുഫ്രത്തും ഖുദ്റത്തും സാധാരണ സ്ത്രീകളിൽ ആർത്തവം അവസാനിക്കുമ്പോൾ രക്തം നിലച്ചു ശുദ്ധിയായി എന്നതിൻ്റെ അടയാളമായി മിക്കവാറും സ്ത്രീകൾക്ക് അങ്ങനെ വരാറുണ്ട് എന്ന് ഫിഖ് ഗ്രന്ഥങ്ങളൊക്കെ കാണുന്നു. എന്നാൽ ഈ സുഫ്രയും ഖുദ്റയും ഫീ സമനിൽ ആദത്തി, ആദത്തിൻ്റെ സമയത്തു വന്നാൽ, അവളുടെ മാസം മുറക്കുള്ളിൽ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ഹൈലുൻ, ഹൈലായി തന്നെയാണ് പരിഗണിക്കേണ്ടത്. അവൾക്ക് അർത്ഥരക്തമുണ്ട്, അതിനിടയിൽ ഒരു വെള്ള ദ്രാവകം വന്നു അല്ലെങ്കിൽ മഞ്ഞ ദ്രാവകം വന്നു എങ്കിൽ അതുകൊണ്ട് മാത്രം അത് ശുദ്ധിയായിട്ടുണ്ട് എന്ന് കണക്കാക്കേണ്ടതില്ല. അത് അവളുടെ ആദത്തിനിടയിലാണ് എങ്കിൽ അത് ഹൈലായി തന്നെ കണക്കാക്കണം എന്നാണ്. അത് പൊതുവെ ഫിഖിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണത്. ചിലർ പറഞ്ഞു അത് വന്നു കഴിഞ്ഞാൽ ശുദ്ധിയായി എന്ന് കണക്കാക്കാം, പിന്നെ ഉണ്ടാകുന്ന ഹൈലല്ല എന്ന് പറഞ്ഞവർ ഉണ്ട് ഫിഖിൽ. പൊതുവെ പഴയകാലം മുതൽ തന്നെ അതിൽ അഭിപ്രായമുണ്ട്. പ്രബല അഭിപ്രായം ഇവിടെ മുസ്ലിഫ് പറഞ്ഞു തന്നെയാണ്, ഹൈലിൻ്റെ സമയത്താണെങ്കിൽ അത് ഹൈലാണ്, ഹൈലല്ലാത്ത സമയത്താണ് വന്നതെങ്കിൽ അത് ഹൈലല്ല, മറ്റു വല്ലതുമാണ് എന്ന് കണക്കാക്കാം. ഉമ്മ അത്തിയ്യ റളിയല്ലാഹു അൻഹ പ്രഗത്ഭയായ സ്വഹാബി വനിതയാണ്. അവർ പറയുന്നത് കാണാം, കുന്നാല നഉദ്ദുൽ ഖുദ്റത വസ്സുഫ്രത ശൈഅൻ, ഖുദ്റയും സുഫ്രയും ഞങ്ങൾ യാതൊന്നുമായി കണക്കാക്കിയിരുന്നില്ല എന്ന് ഉമ്മ അത്തിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അതായത് ഹൈലിൽ പെട്ടതായി കണക്കാക്കിയിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥമായി പറയുന്നത്. ഏതായിരുന്നാലും പ്രബലാഭിപ്രായം അതാണ്, ഹൈലിൻ്റെ സീസണിലാണ് ഉണ്ടായത് എങ്കിൽ, ആ ദിവസങ്ങൾക്കിടയിലാണ് എങ്കിൽ അതും ഹൈലായി കണക്കാക്കാം. അല്ല ഹൈദ് അവസാനിച്ചു എന്നതിൻ്റെ ലക്ഷണമായി കൊണ്ടുവരികയാണ് എങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ശുദ്ധിയായതായും കണക്കാക്കാം. ഇനി ഒമൻ റഅത് യൗമൻ ദമൻ വയൗമൻ നഖാഅൻ,
ഒമൻ റഅത് യൗമൻ ദമൻ, ഒരു ദിവസം രക്തം കണ്ടു. വയൗമൻ നഖാഅൻ, ഒരു ദിവസം ശുദ്ധിയാവുകയും ചെയ്തു എങ്കിൽ ഫദ്ദമു ഹൈദുൻ വന്നഖാഉ തുഹ്റുൻ, രക്തമുള്ള സമയം ഹൈലായും രക്തമില്ലാത്ത സമയം ശുദ്ധിയായും കണക്കാക്കണം. സാധാരണ ഇപ്പോൾ ഒരു 6 ദിവസം ആർത്തവമുണ്ടാകുന്ന സ്ത്രീ, അപ്പോൾ ഒരു രാവും പകലും അവൾക്ക് രക്തമുണ്ടായി, പിന്നെ രക്തം നിലച്ചു, അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടായി പിന്നെ നിലച്ചു, പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടായി, പിന്നെ ഉണ്ടായിട്ടില്ല, പിന്നെ ദിവസം ഫുള്ളായിട്ട് രക്തമില്ല. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ്. അതും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. പൊതുവെ പ്രബലാഭിപ്രായമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു 1-2 ദിവസമൊക്കെ രക്തമില്ലാത്ത സാഹചര്യമാണെങ്കിൽ അത് ശുദ്ധിയായതായിട്ട് കണക്കാക്കാം. അല്ലാതെ ഇടയ്ക്ക് എപ്പോഴും രക്തം നിലച്ചു, കുറച്ച് കഴിയുമ്പോൾ പിന്നെ രക്തം ഉണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ ഇല്ലാതായി, അതിനൊക്കെ അവർ കുളിക്കണം നിസ്കരിക്കണം എന്ന് പറയുന്നത് പ്രയാസപ്പെടുത്തലാണ്. രക്തം നിലയ്ക്കുമ്പോഴേ കുളിക്കുക, ഓരോ വക്ത് കിട്ടി, അടുത്ത വക്തായപ്പോഴേക്ക് പിന്നെയും രക്തം വന്നു, അങ്ങനെയൊക്കെയാണ് എങ്കിൽ അവൾ കാത്തിരിക്കാം. രക്തമില്ലെങ്കിലും സ്കലം ഒഴിവാക്കി ഹൈദായി കണക്കാക്കി രക്തം ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകുമോ എന്നെനിക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 1-2 ദിവസം ഒന്നും തീരെ രക്തം വന്നില്ല എങ്കിൽ അവൾക്ക് വേണമെങ്കിൽ നിലച്ചു എന്ന് കണക്കാക്കുകയും കുളിക്കുകയും സ്കലമൊക്കെ ആരംഭിക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ആ ആദത്ത് ദിവസങ്ങളിൽ വീണ്ടും രക്തം വരുന്നുവെങ്കിൽ അത് ഹൈദായി തന്നെ കണക്കാക്കുകയും ചെയ്യാം. ചിലർ പറഞ്ഞു അതല്ല, കൃത്യമായി ക്രമം തെറ്റാതെയുള്ള ആർത്തവമുള്ള സ്ത്രീയാണെങ്കിൽ അവൾക്ക് ആ ദിവസങ്ങൾ പൂർണ്ണമായും ഹൈദായി തന്നെ കണക്കാക്കി നിസ്കാരം ഒഴിവാക്കി കാത്തിരിക്കാം. അതിനിടയ്ക്ക് 1-2 ദിവസം രക്തം ഉണ്ടായില്ലെങ്കിലും അത് പ്രശ്നമൊന്നുമല്ല. അവസാനം അവൾക്ക് രക്തം അഥവാ വന്നേക്കാം, അപ്പോൾ ആ ഇടയിലുള്ള ദിവസങ്ങൾ കൂടി ഹൈദായി തന്നെ കണക്കാക്കാം എന്ന് പറഞ്ഞവരും അതിലുണ്ട്. അല്ലാതെ മുസന്നിഫിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു ദിവസം പൂർണ്ണമായും രക്തമുണ്ടെങ്കിൽ അത് ഹൈദാണ്, ഒരു ദിവസം പൂർണ്ണമായും രക്തം ഇല്ലെങ്കിൽ അത് ശുദ്ധിയുമാണ്. അപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം പൂർണ്ണമായി രക്തം ഇല്ലാതാകുമോ ഇല്ലേ ആദ്യം അറിയില്ലല്ലോ. രക്തം ഇല്ലാതായി എത്ര സമയം ഇല്ലാതാകും, അല്പം കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാകുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതുപ്രകാരം 24 മണിക്കൂർ ഒരു രാവും പകലും അവൾക്ക് രക്തം ഉണ്ടായിട്ടില്ല എങ്കിൽ അവൾ ശുദ്ധിയായതായിട്ട് കണക്കാക്കി കുളിച്ച് അവൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ആരംഭിക്കേണ്ടതുണ്ട്. മാലം യഅ്ബുർ അക്സറഹു, ഹൈലിലെ അക്സർ വിട്ടുകടക്കാത്തിടത്തോളം കാലം, അഥവാ കൂടിയ ഹൈദ് പറഞ്ഞു 15 ദിവസമാണ്, അതിനും അപ്പുറത്തേക്ക് പോകാത്തിടത്തോളം കാലം. അപ്പം അതിനും അപ്പുറം പോയി കഴിഞ്ഞാലോ പിന്നെയും രക്തം വരുന്നു, ശുദ്ധിയാകുന്നു, രക്തം വരുന്നു, അത് മറ്റു രക്തമാണ് എന്ന് കണക്കാക്കാം. അപ്പോൾ ഹൈദല്ല. 15 താഴെയാണെങ്കിലാണ് ഈ പറയുന്നത്. ഇനി മറ്റൊരു മസ്അല, വൽ മുസ്തഹാദതു വനഹ്വുഹാ, ഹൈദിൻ്റെ ഏകദേശം ഉള്ള മസ്അലയുടെ അവസാനിച്ചു. ഇനി രക്തസ്രാവമുള്ള സ്ത്രീ, ബ്ലീഡിംഗ് ഉള്ള സ്ത്രീ, വൽ മുസ്തഹാദതു, രക്തസ്രാവമുള്ള സ്ത്രീ, വനഹ്വുഹാ, അവളെപ്പോലുള്ളവരും, രക്തസ്രാവവും സമാനമായി പ്രയാസമുള്ളവരും. അപ്പോൾ രക്തം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് മൂത്രവാർച്ചയുണ്ട്, സ്ഥിരമായിട്ട് മൂത്രം പോയിക്കൊണ്ടേയിരിക്കുന്നു, അത് ഈ ഗണത്തിലാണ് അയാളുടെ ഹുക്മ് വരിക, ആണാവട്ടെ പെണ്ണാവട്ടെ. അല്ലെങ്കിൽ ഒരാൾക്ക് കാഷ്ടം വന്നുകൊണ്ടേയിരിക്കുന്നു, അയാൾ അറിയാതെ അയാൾക്ക് എന്തെങ്കിലും രോഗത്തിന് കാരണമായോ മറ്റൊക്കെ ആയിട്ട് അയാൾ ഇന്ന് എപ്പോഴും കാഷ്ടം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾക്ക് കീഴ്വായു പോയിക്കൊണ്ടേയിരിക്കുന്നു, പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല, എങ്ങനെ നിയന്ത്രിച്ചാലും നിൽക്കൂല, അയാൾക്കതെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. വുളൂ ചെയ്ത് വന്നാലും അയാൾക്ക് പിന്നെയും പോകും, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും വീണ്ടും പോകുന്നു. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ടായേക്കാം. അതാണ് വനഹ്വുഹാ എന്ന് പറഞ്ഞത്. വൽ മുസ്തഹാദതു വനഹ്വുഹാ, രക്തസ്രാവമുള്ള സ്ത്രീകളും അവരെ പോലുള്ളവരും. ഉള്ള പോലുള്ളവർ ഉദ്ദേശിച്ചത് സ്ഥിരമായി അശുദ്ധിയുള്ളവർ, അശുദ്ധി സ്ഥിരമായിട്ടുള്ളവർ, അതാണ് വനഹ്വുഹാ എന്ന് പറയുന്നത്. അവരൊക്കെ തഗ്സിലു ഫർജഹാ, അവരുടെ ഗുഹ്യസ്ഥാനം അവൾ കഴുകണം. തഗ്സിലു ഫർജഹ, ഗുഹ്യസ്ഥാനം കഴുകണം. വതഅസിബുഹു, എന്നതിനെ വെച്ചുകെട്ടണം. വതതവല്ലഉ ലിവഖ്തി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനെയും സമയത്ത് അവർ വുളൂ ചെയ്യണം. അവർക്ക് മൂത്രവാർച്ചയുണ്ട്, എപ്പോഴും മൂത്രം പോയിക്കൊണ്ടേയിരിക്കും, അറിയാതെ മൂത്രം പോവുകയാണ് എങ്കിൽ അവർ ചെയ്യേണ്ടത് സമയമായതിനു ശേഷം അവർ അവരുടെ ലിംഗം കഴുകി വൃത്തിയാക്കി വല്ലതും വെച്ച് കെട്ടുക. പിന്നീട് മൂത്രം വന്നാലും പുറത്തേക്കാവാത്ത വിധം, മൊത്തത്തിലേക്കാകാത്ത വിധം എന്തെങ്കിലുമൊക്കെ ടിഷ്യൂവോ ഒരു തുണിയോ ഒക്കെ വെച്ചുകൊണ്ട് അവർ കെട്ടുന്നു. എന്നിട്ട് നിസ്കാരത്തിന് സമയമായതിനു ശേഷം വുളൂ ചെയ്യുന്നു. നേരത്തെ വുളൂ ചെയ്ത് നിൽക്കാൻ പറ്റില്ല, ബാങ്ക് വിളിച്ചതിന് ശേഷം അവർ വുളൂ ചെയ്യുന്നു. എന്നിട്ട് അവർ
നിസ്കരിക്കുന്നു. അതിനിടയിൽ പിന്നെ മൂത്രം വന്നാലും പ്രശ്നമില്ല. അവരെ കൊണ്ട് കഴിയില്ല, അവരെ കഴിവപ്പെട്ട കാര്യമല്ല. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ആയത്തും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാളുടെയും കഴിവിനപ്പുറം അള്ളാഹു തആല നിർബന്ധിക്കുകയില്ല എന്ന ആയത്തും സമാനമായ ആയത്തുകളും ഹദീസും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങൾ പറയാറുള്ളത്. അപ്പോൾ അവർ ആ സമയമായി കഴിഞ്ഞാൽ അവർ ലിംഗം കഴുകി വൃത്തിയാക്കുന്നു, എന്നിട്ട് വെച്ച് കെട്ടുന്നു. ശേഷം ഓരോ നിസ്കാരത്തിനും അവർ വുളൂ ചെയ്യുന്നു. ഇതിൽ കഴുകണം എന്ന് പറയാൻ കാരണം നജസുണ്ടാകും എന്നതുകൊണ്ടാണ്. രക്തസ്രാവമാണെങ്കിൽ രക്തമുണ്ട്, രക്തം നജസാണ്. മൂത്രമാണെങ്കിൽ മൂത്രമുണ്ട്, നജസാണ്. കാട്ടമാണെങ്കിലും നജസാണ്. എന്നാൽ കീഴ്വായു കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ അവിടെ കഴുകേണ്ടതുണ്ടോ? ഇല്ല. കാരണം കീഴ്വായു എന്നുള്ളത് നജസല്ല. കീഴ്വായു പോയാൽ കഴുകി വൃത്തിയാക്കാൻ ഇവിടെയും പറഞ്ഞിട്ടുമില്ല. അവിടെ കീഴ്വായു പോയ ആളെ സംബന്ധിച്ച് കഴുകുക എന്നത് അയാൾക്ക് ബാധകമല്ല. അതേസമയം അയാൾ സമയമായതിനു ശേഷമേ വുളൂ ചെയ്യാവൂ എന്നർത്ഥം. സമയമായതിനു ശേഷം ഒന്നുണ്ടാക്കുന്നു, വുളൂ ചെയ്ത് കഴിഞ്ഞാൽ അധികം കാത്തിക്കാതെ അയാൾ വേഗം പോയി നിസ്കരിക്കുന്നു. ഞാൻ നിസ്കാരത്തിനിടയിലോ നിസ്കരിക്കാൻ പോകുന്നതിനിടയിലോ അയാൾ കീഴ്വായു വീണ്ടും പോയി എങ്കിൽ അയാൾ അത് കാര്യമാക്കേണ്ടതില്ല, അയാൾ പോയി നിസ്കരിക്കുന്നു. കാരണം അയാളെ സംബന്ധിച്ച് വേറെ മാർഗമില്ല. അപ്പം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി സൂക്ഷ്മതയിലേക്ക് സമയമായതിനു ശേഷം വുളൂ ചെയ്യുക, എന്നിട്ട് അയാൾ പോയി നിസ്കരിക്കുക എന്നാണ്. ഇനി അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു മസ്അല, ഒരു പക്ഷേ ഈ കഴുകൽ കൊണ്ട് മറ്റു വല്ല പ്രയാസങ്ങളും ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നനയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു അസുഖമാണ്, ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും അയാളെ ഗുഹ്യസ്ഥാനമൊന്നും കഴുകാനോ നനയ്ക്കാനോ പറ്റില്ല എങ്കിൽ അയാൾ കഴുകേണ്ടതില്ല. അവിടെ പിന്നെ നിർവാഹമില്ല, അയാൾക്ക് ഇളവ് കിട്ടും. പക്ഷെ നിയമം ഇതാണ്, അയാൾ ഗുഹ്യസ്ഥാനം കഴുകണം. എന്നിട്ടത് വെച്ചുകെട്ടണം. എന്നിട്ട് അവർ വുളൂ ചെയ്യണം. ലിവക്തി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും സമയത്ത് അവർ വുളൂ ചെയ്യണം. ഫാത്തിമ ബിൻത് അബി ഹുബൈഷ് എന്ന സ്വഹാബി വനിത, അവർ ഇങ്ങനെ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയായിരുന്നു, അവർക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അവർ നബിയോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ എന്താണ് ചെയ്യുക, എനിക്ക് സ്ഥിരമായി രക്തം വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ നിസ്കരിക്കാൻ എന്തു ചെയ്യണം? അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, ഇഗ്സിലി അൻകിദ്ദമ, നീ രക്തം കഴുകിക്കളയുക, വസല്ലി, എന്നിട്ട് നീ നിസ്കരിക്കുക എന്നാണ് നബി ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം. അപ്പം കഴുകണം എന്ന ഹദീസ് വ്യക്തമായി കിട്ടി. ഇങ്ങനെയുള്ള ആളുകൾ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് വുളൂ ചെയ്യേണ്ടത് എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ വതുസല്ലി, അവൾക്ക് നിസ്കരിക്കാം, ഫുറൂദൻ വനവാഫില, ഫർളുകളും നിസ്കരിക്കാം, സുന്നത്തുകളും നിസ്കരിക്കാം. ഇന്നത് നിസ്കരിക്കാവൂ എന്നൊന്നുമില്ല. വുളൂ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് അല്ലെങ്കിൽ അവന് ആ വുളുവോടുകൂടി ഫർളും സുന്നത്തുമൊക്കെ നിസ്കരിക്കാൻ അനുവാദമുണ്ട്. അത് മദ്ഹബിലെ ചില വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ചിലരൊക്കെ പറഞ്ഞു അത് പറ്റില്ല, ആ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം ഫർള് നിസ്കരിക്കാം, അതിനിടയ്ക്ക് വേറെ പിന്നെ സുന്നത്തൊന്നും കാത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. കാരണം അതിനിടയ്ക്കൊക്കെ മൂത്രം പോവുകയാണല്ലോ. അപ്പോൾ അതൊന്നും വെയിറ്റ് ചെയ്യാതെ വുളൂ ചെയ്യുന്നു, വേഗം പോയി ഫർള് നിസ്കരിക്കുന്നു. പിന്നെ സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ വീണ്ടും അവന് പോയി കഴുകി വൃത്തിയാക്കി വീണ്ടും വെച്ച് കെട്ടി വുളൂ ചെയ്ത് വരണം എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പ്രബലാഭിപ്രായം അതല്ല. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞ തൈമുമിൻ്റെ ആ ഹുക്മിനോടാണ് ഇത് ഖിയാസാക്കുന്നത്. തൈമും അത് പറഞ്ഞു, അസ്ലിയായ ത്വഹാറത്താണോ അല്ല തൽക്കാലം ഇളവാണോ എന്ന മസ്അലയിൽ നിന്ന് ആ ചർച്ച വരുന്നു എന്ന് പറഞ്ഞു. എന്ന പോലെ തന്നെയാണ് ഇവിടെയും ഉള്ള ചർച്ചകൾ. വതുസല്ലി, അവർക്ക് നിസ്കരിക്കാം, ഫുറൂദൻ വനവാഫില, ഫർളുകളും അതേപോലെ സുന്നത്തുകളും അവർക്ക് നിസ്കരിക്കാം. എന്നാൽ വലാ തൂത്വഉ ഇല്ലാ മഅ ഖൗഫിൽ അനതി, വലാ തൂത്വഉ, അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, സംയോഗം ചെയ്യപ്പെടാവതല്ല, ഇല്ലാ മഅ ഖൗഫിൽ അനതി, വ്യഭിചാരം ഭയപ്പെടുന്ന ഘട്ടത്തിലല്ലാതെ ഭാര്യാഭർത്തൃബന്ധങ്ങൾ പാടില്ല എന്നാണ്. അതിൽ പ്രധാനമായും പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്, പിന്നെ രക്തസ്രാവമുള്ള സ്ത്രീകളെ അവരെ സംയോഗം ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞ ഇതുണ്ട്. എന്നാൽ ഹൈലുകാരിയുടെ അതേ ഗൗരവം അതിനില്ല. ഹൈലുള്ള സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല, എന്നപ്പോൾ തന്നെ രക്തസ്രാവമുള്ള സമയത്തും ബന്ധപ്പെടാൻ പാടില്ല. അതേസമയം ഹൈലുകാരിയുമായി ബന്ധപ്പെടുന്നതിൻ്റെ ആ ഗൗരവം അതിനില്ല എന്നാണ് അവർ പറയുന്നത്.
കാരണം ഹൈദ് സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കഫാറത്ത് വേണം എന്ന് പറഞ്ഞു. 1 ദീനാർ അല്ലെങ്കിൽ 1/2 ദീനാർ പ്രായശ്ചിത്തം ചെയ്യണം. എന്നാൽ ഇതിൽ അങ്ങനെ കഫാറത്ത് വേണ്ടതില്ല. അവർ രണ്ടും ഗൗരവത്തിൽ വ്യത്യാസമുണ്ട്. ഇതിന് തെളിവായി പറയുന്നത് ഒന്ന് വിശുദ്ധ ഖുർആൻ ഹൈദുകാരിയെ പറ്റി പറഞ്ഞ ആയത്ത് തന്നെയാണ്. എന്നല്ല പറഞ്ഞല്ലോ. ഹൈദുള്ള സ്ത്രീകളെ പറ്റി അവർ ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുക അത് മ്ലേച്ഛമാണ്, ആ സമയത്ത് നിങ്ങൾ സ്ത്രീകളെ വിട്ടുനിൽക്കുക എന്നല്ല ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ അല്ല പറഞ്ഞ പ്രയോഗം കുൽ ഹുവ അദൻ എന്നാണ്. അതൊരു അദയാണ്. അപ്പോൾ ആ രക്തം അദയാണ് എന്ന് പറഞ്ഞു എങ്കിൽ ഇവിടെ രക്തമുണ്ടല്ലോ, അപ്പോൾ ഈ രക്തവും അദയായി കണക്കാക്കണം. അതുകൊണ്ട് ഈ രക്തത്തിനും അത് ബാധകമാണ് എന്ന ഖിയാസാണ് ഒന്ന് കാരണമായി പറയുന്നത്. മറ്റൊന്ന് അവർ കാരണമായി പറയുന്നത് രക്തസ്രാവമുള്ള സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും രക്തം നജസാണ്. അതുകൊണ്ട് ആ സമയത്ത് ബന്ധപ്പെടുന്ന പുരുഷൻ്റെ ലൈംഗിക അവയവത്തിലും രക്തമാവാനൊക്കെ അത് നിമിത്തമാണ്. അവിടെ നേഴ്സുമായി നിൽക്കുന്നവരെ ഒരാൾ ബന്ധപ്പെടാൻ നേഴ്സിൽ ശരീരത്തിലാവുക എന്നത് എപ്പോഴും മാറി നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആവശ്യമില്ലാതെ നേഴ്സ് മേത്താക്കാൻ പാടില്ല. അതുകൊണ്ട് ആ തത്വപ്രകാരവും ആ സമയത്ത് അവർ ബന്ധപ്പെടാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ ന്യായമായി പറയുന്നത്. എന്നാൽ ഹൈദിനെ പോലെയല്ല, കാരണം കഫാറത്ത് അവർക്ക് ആവശ്യമില്ല. മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം ബന്ധപ്പെടാൻ പാടില്ല, എന്നാൽ അനിവാര്യ ഘട്ടത്തിൽ പറ്റും. അതുകൊണ്ടാണ് ഇല്ലാമ ഖൗഫിൽ അനത്തി. ഒരു സ്ത്രീ സ്ഥിരമായി രക്തസ്രാവമുള്ള സ്ത്രീയാണ്, അപ്പോൾ അവർക്ക് ലൈംഗിക ബന്ധം പാടില്ല എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ വികാരം ശമിപ്പിക്കാൻ മറ്റു പല വഴികളും അവർ തേടേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഹറാമായ വഴിയിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്നിടത്ത് ഹറാമിലേക്ക് പോകല്ല വേണ്ടത് എങ്കിൽ ഇവിടെ അവർക്ക് അതിൽ ഇളവുണ്ട് എന്ന് കണക്കാക്കാം. ഒന്നാമത്തെ അഭിപ്രായം അതാണ്. മറ്റൊരു അഭിപ്രായം ആ സമയത്ത് ബന്ധപ്പെടൽ ഹറാമില്ല എന്നാണ്. അവർ ന്യായമായി പറഞ്ഞത് ഒന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു നിസാഉക്കും ഹർസുല്ലക്കും ഫഅതു ഹർസക്കും അന്നാശിത്തും. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്, ഉദ്ദേശിക്കുന്ന പ്രകാരം നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക എന്നല്ല പറഞ്ഞു. അപ്പോൾ അത് പൊതുവായ നയമാണ്. അതിൽ പാടില്ല എന്ന് ഏത് പറഞ്ഞോ അത് മാത്രമേ പാടില്ലാത്തുള്ളൂ. ഇസ്തിഹാദത്തിൻ്റെ സമയത്ത് പാടില്ല എന്ന് പ്രത്യേകം എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അസ്ലിൽ തന്നെ നിലനിൽക്കുന്നു. രണ്ടാമത് സ്വഹാബി സ്ത്രീകൾ പലരും രക്തസ്രാവമുള്ളവരായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. എന്നിട്ട് 17 സ്ത്രീകൾ അങ്ങനെ സ്വഹാബികൾക്കിടയിൽ രക്തസ്രാവമുള്ളവരായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാൻ കഴിയും. ഈ സ്ത്രീകൾക്കൊക്കെ രക്തസ്രാവം ഉണ്ടായപ്പോൾ അവരാരും നബിയോട് അങ്ങനെ വന്നൊരു മസല ചോദിച്ചിട്ടില്ല. രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ബന്ധപ്പെടാൻ പറ്റുമോ ഇല്ലേ ചോദിച്ചിട്ടില്ല. നബി അങ്ങനെ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, ശരീഅത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ അവരത് പറയുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അവർ പറയുന്ന രണ്ടാമതൊരു ന്യായം. മൂന്നാമത് അസ്ലിയായി ഇത് ഹലാലാണല്ലോ. അസ്ലിയായി ഭാര്യഭർത്തൃ ബന്ധങ്ങൾ ഹലാലാണ്. ഹറാമാണെന്ന് പറയാൻ തെളിവ് വേണം. അങ്ങനെ തെളിവ് പ്രത്യേകം വന്നിട്ടില്ല. അതുകൊണ്ട് ആ അസ്ലിൽ തന്നെ നിലനിൽക്കുന്നു. നാലാമത് ഹൈദ് രക്തവും രക്തസ്രാവത്തിൽ വരുന്ന രക്തവും ഒരുപോലെയല്ല. രക്തത്തിൻ്റെ പ്രകൃതം തന്നെ വ്യത്യാസമുണ്ട്, നിറം വ്യത്യാസമുണ്ട്, അതിന് മണം വ്യത്യാസമുണ്ട്, അതിന് പ്രകൃതം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈദുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തിനെ ഇതിലേക്കൊരിക്കലും ഖിയാസാക്കാവതല്ല. കുൽ ഹുവ അദൻ എന്ന് പറഞ്ഞ ഹൈദ് രക്തത്തെ പറ്റി മാത്രമാണ്, എല്ലാ രക്തത്തെയും കുറിച്ചല്ല അദൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടും അത് പറയാവതല്ല. അല്ലാഹു പറഞ്ഞത് തന്നെ മഹീദി, മഹീദിനെ പറ്റി ചോദിക്കുന്നു. കുൽ പറയുക ഹുവ, ആ മഹീദ് അദൻ അതയാണ്. അപ്പൊ കുൽ അദൻ എന്നല്ല പറഞ്ഞ കുൽ ഹുവ അദൻ, അത് അതയാണ് പറഞ്ഞപ്പോൾ അത് മഹീദിലേക്ക് മാത്രമാണ് ബാധകമായത്. അതുകൊണ്ട് തന്നെ ഇത് ഹറാമില്ല. ആ അഭിപ്രായമാണ് കൂടുതൽ പ്രബലാഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായമാണ് അത് ബന്ധപ്പെടൽ ഹറാമല്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ പ്രബലമായത്. അതേസമയം രക്തമുണ്ട്, രക്തം നജസാണ്, അതുകൊണ്ടൊക്കെ ആ സമയത്ത് ബന്ധപ്പെടുക എന്നത് തൻ്റെ ലൈംഗിക അവയവത്തിലൊക്കെ രക്തമാവാനൊക്കെ നിമിത്തമാണ് എന്ന നിലയ്ക്ക് ഒരാൾക്ക് ആ സമയത്ത് വിട്ടുനിൽക്കാൻ കഴിയുമെങ്കിൽ അത് വേണമെങ്കിൽ നല്ല കാര്യം എന്ന് പറയാമെന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹറാമാണെന്ന് പറയാവതല്ല എന്നാണ് അതിൽ പ്രബലാഭിപ്രായമായി കാണുന്നത്. ഏതാണെങ്കിലും രക്തസ്രാവമുള്ള ഇസ്തിഹാദത്തുള്ള സ്ത്രീകളും സമാനമായ അശുദ്ധികളാൽ പരീക്ഷിക്കപ്പെട്ടവരും ചെയ്യേണ്ടത് അവരുടെ ഗുഹ്യാവയവം കഴുകുക, വല്ലതും വെച്ച് കെട്ടി ഭദ്രമാക്കുക,
ആ സമയമായി കഴിഞ്ഞാൽ ഓരോ നിസ്കാരത്തിലും വുളൂ ചെയ്യുക, അതാണ് അവർ ചെയ്യേണ്ടത്. വയുസ്തഹബ്ബു ഗുസ്ലുഹാ ലികുല്ലി സ്വലാത്തിൻ. വയുസ്തഹബ്ബു സുന്നത്താണ്, ഗുസ്ലുഹാ അവൻ കഴുകൽ, ലികുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിനും അത് കഴുകൽ സുന്നത്താകുന്നു. രക്തസ്രാവം ഉണ്ടാകുമ്പോൾ എല്ലാ നിസ്കാര സമയത്തും കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് സുന്നത്ത്. അപ്പോൾ വാജിബല്ല എന്നർത്ഥം. ആ സമയത്ത് ഒന്നും കഴുകൽ വാജിബല്ല. അതിനും ഖിലാഫുണ്ട്. മദ്ഹബ് അഭിപ്രായ പ്രകാരം വാജിബല്ല എന്നാണ് പറഞ്ഞത്. അതേസമയം അടുക്ക് രക്തം വന്നു എന്ന് ഉറപ്പാവുകയാണെങ്കിൽ കഴുകണം. കാരണം അങ്കിദ്ദമി എന്ന് നബി പറഞ്ഞല്ലോ, രക്തം നീ കഴുകി കളയുക. അപ്പോൾ ഒരാൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച് കെട്ടി അങ്ങനെ അയാൾ വുളൂ ചെയ്ത് നിസ്കരിച്ചു. അടുത്ത നിസ്കാരത്തിന് മുമ്പ് പിന്നെ രക്തം വന്നിട്ടില്ല അല്ലെങ്കിൽ മൂത്രം വന്നിട്ടില്ല എങ്കിൽ അയാൾ വീണ്ടും കഴുകണമോ? സുന്നത്താണ്. വീണ്ടും വുളൂ ചെയ്യണമോ? വേണം. വുളൂ ചെയ്യണം, എന്നാൽ വീണ്ടും കഴുകൽ നിർബന്ധമാണ് എന്ന് പറയാൻ കഴിയില്ല, സുന്നത്ത്. അതാണ് ഇവിടെ പറഞ്ഞ വയുസ്തഹബ്ബു ഗുസ്ലുഹാ ലികുല്ലി സ്വലാത്തിൻ. ഒന്നും ഇല്ല, മൂത്രം വന്നില്ല, ഒന്നും മുറിയില്ല, അല്ല അപ്പം കഴിക്കേണ്ടില്ല. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് മൂത്രം വന്നിട്ടില്ല, ഒന്നും മുറി ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അവർക്ക് പ്രശ്നമില്ല, സാധാരണക്കാരനെ പോലെ തന്നെ ആയല്ലോ. ഇനി നിഫാസ്, മൂന്നാമത്തെ രക്തം. ഒന്നാമത്തെ രക്തം ഹൈള്, രണ്ടാമത്തെ രക്തം ഇസ്തിഹാദത്ത്, മൂന്നാമത്തെ രക്തം നിഫാസ്. 3 രക്തമാണ് പൊതുവെ ഫിഖ്ഹിൽ പറയാറുള്ളത്. സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രകൃതിപരമായ രക്തം എന്ന നിലക്ക് 3 രക്തമാണ് പറയുക. നാലാമത് ചിലർ ഫസാദായ രക്തം എന്നൊരു വകുപ്പ് പറഞ്ഞു കാണാൻ പറ്റും. പക്ഷെ ചിലർ അതിനെ കൂടി ഇസ്തിഹാദത്തിലാണ് കൂട്ടിപ്പോയത്. ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും കാലത്തിലുണ്ടാകുന്ന രക്തങ്ങൾ അത് ഇസ്തിഹാദത്തിൻ്റെ ഗണത്തിൽ തന്നെ ഒന്നിച്ച് കൂട്ടിപ്പോയവരുമുണ്ട്. അത് 4ാമത് ഇനമായി എണ്ണിയവരും ഉണ്ട്. അക്സറു മുദ്ദത്തിൻ നിഫാസി 40 യൗമൻ. അക്സറു മുദ്ദത്തിൻ നിഫാസി പ്രസവരക്തത്തിൻ്റെ കൂടിയ കാലം 40 യൗമൻ 40 ദിവസമാകുന്നു. നിഫാസ് അതായത് പ്രസവരക്തം ശുദ്ധിയാവാന സമയം, അവസാന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുക. പ്രസവം കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തം, ആ രക്തം നിലക്കുന്ന അവസാനത്തെ സമയം, അതിനാണ് ശരിക്കും നിഫാസ് എന്ന് ഉപയോഗിക്കാറുള്ളത്. രക്തത്തിന് മൊത്തമല്ല. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തം നിലക്കുക എന്നാണ് ശരിക്കും നിഫാസ്. നഫസ നഫസ എന്ന പദത്തുമായി ബന്ധപ്പെട്ടാണ് നിഫാസ് എന്ന പദം. നഫസ ശരിക്കും ആശ്വാസം നൽകിയതാണ്. നഫസ് ഹദീസ് വന്ന വാക്കാണ്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ. അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ദുനിയാവിലെ പ്രയാസം ഒഴിവാക്കി കൊടുത്താൽ അള്ളാഹുവിൻ്റെ പരലോകത്തെ പ്രയാസം ഒഴിവാക്കി കൊടുക്കും. അവർ നഫസ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പം നിഫാസ് എന്ന പദം അതിൽ നിന്നാണ് ആശ്വാസമുണ്ടാവുക എന്നാണ് നേരെ ആ പദത്തിന് അർത്ഥം. അവിടെ രക്തമൊക്കെ നിലച്ചു ശുദ്ധിയായി എന്ന അർത്ഥത്തിലാണ് അവിടെ നിഫാസ് എന്ന പദം അതിന് ഭാഷയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ഇത് എത്ര കാലം, പ്രസവം കഴിഞ്ഞാൽ എത്ര സമയം വരെ ഇങ്ങനെ ആവാം, എത്ര സമയത്ത് ശുദ്ധിയാവാം? അതിൽ കൂടിയത് 40 ദിവസമാകുന്നു. ഹംബലി മദ്ഹബ് പ്രകാരം 40 ദിവസമാണ് മാക്സിമം ഉണ്ടാകാവുന്നത്. 40 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ രക്തം വരുന്നുവെങ്കിൽ അത് ഈ രക്തമല്ല എന്ന് കണക്കാക്കണമെന്നാണ് ഹംബലി മദ്ഹബ്. 40-ന് പോകുന്നുവെങ്കിൽ അത് ഒരിക്കലും പ്രസവത്തിൻ്റെ ഭാഗമായ രക്തമല്ല, മറ്റ് നേരത്തെ പറഞ്ഞ ഇസ്തിഹാദത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവളുടെ പഴയ ഹൈദിൻ്റെ ആഴത്ത് യോജിച്ച് വരികയാണെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഹൈദ് രക്തമായിട്ടോ ഒക്കെ വേണമെങ്കിൽ കണക്കാക്കാമെന്നല്ലാതെ പ്രസവരക്തമല്ല എന്നാണ്. ഷാഫി മദ്ഹബിൽ 60 ദിവസമാണ് കൂടിയ എണ്ണം. പ്രസവരക്തത്തിൻ്റെ മാക്സിമം 60 ദിവസമാണ്. പൊതുവെ പഴയകാലം മുതൽ തന്നെ ഫുഖഹാക്കൾക്കിടയിൽ ഇപ്പോൾ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. രണ്ടാണെങ്കിലും രണ്ടും പരിഗണിക്കാം. ഒരു സ്ത്രീക്ക് 40 കഴിഞ്ഞിട്ട് രക്തമുണ്ടാകുന്നു എങ്കിൽ അത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കണക്കാക്കി പോകാം എന്നാണ് ഹംബലി മദ്ഹബിലെ പോലും പല പണ്ഡിതന്മാരും പറഞ്ഞത്. 40 കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം അവർക്ക് രക്തമുണ്ട് എങ്കിൽ യാതൊരു മാറ്റവുമില്ല, അതേപോലെ രക്തം തുടർന്ന് കൊണ്ടിരിക്കുന്നു എങ്കിൽ അവിടെ ശുദ്ധിയായിട്ടില്ല എന്ന് കണക്കാക്കുകയും എപ്പോഴാണോ നിലക്കുന്നത് അവിടെ മുതൽ ശുദ്ധിയായി എന്ന് കണക്കാക്കുക. എന്നാൽ മഹാഭൂരിപക്ഷം സ്ത്രീകൾക്കും സാധാരണഗതിയിൽ 40 ദിവസമാണ് പരമാവധി ഉണ്ടാവാറുള്ളത്. അതിന് മുമ്പേ തന്നെ 30 ദിവസം കൊണ്ടോ 28 ദിവസം കൊണ്ടൊക്കെ സാധാരണ ശുദ്ധിയാവാറുണ്ട്. എന്നാൽ പരമാവധി പോയാൽ സാധാരണഗതിയിൽ 40 ദിവസമാണ് രക്തമുണ്ടാവാറുള്ളത്. ഇനി ഒരു സ്ത്രീക്ക് അങ്ങനെ 45 50 ഒക്കെ ഉണ്ടായി എങ്കിൽ അത് നിഫാസായി തന്നെ പരിഗണിക്കാം. 60 വരെ. 60 കഴിഞ്ഞ് പിന്നെ രക്തം കാണുന്നു
എങ്കിൽ അവൾ നിസ്കാരമൊക്കെ തുടങ്ങണം, നോമ്പ് നോൽക്കണം. അതേപോലെ വാജിബായതൊക്കെ അവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ രക്തം മറ്റു വല്ല രക്തവുമായി, അപ്പോൾ പ്രസവത്തിൻ്റെ ഭാഗമായി ഉണ്ടായ എന്തെങ്കിലുമൊക്കെ ശരീരത്തിലുണ്ടായ പ്രക്രിയയുടെ ഭാഗമായി, രോഗത്തിൻ്റെ ഭാഗമായി, കഴിച്ച മരുന്നുകളുടെ സ്വാധീനഫലമായി ഒക്കെ ഉണ്ടായ മറ്റു വല്ലതുമായിരിക്കാം എന്ന് കണക്കാക്കാന്നല്ലാതെ അവളിന് ശുദ്ധിയാകണ വരെ അങ്ങനെ നിസ്കരിക്കാതൊക്കെ എന്നുള്ളത് പറ്റുകയില്ല. അക്സറു മുദ്ദത്തിൻ നിഫാസി, നിഫാസിൻ്റെ കാലാവധിയിൽ അധികമുള്ളത് 40 യൗമൻ, 40 ദിവസങ്ങളാകുന്നു. പിന്നെ വമതാ തുഹറത് ഖബലഹു തതഹറത് വസല്ലത്. വമതാ തുഹറത്, എപ്പോഴാണോ അവൾ ശുദ്ധിയാകുന്നത്, ഖബലഹു, ആ 40 ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴാണോ ശുദ്ധിയാകുന്നത് എങ്കിൽ തതഹറത്, അവൾ ശുദ്ധീകരിക്കണം, വസല്ലത്, അവൾ നിസ്കരിക്കുകയും വേണം. പ്രസവം കഴിഞ്ഞ് ഇത്ര സമയം എന്നില്ല. പ്രസവം കഴിഞ്ഞു, ഏതാനും മിനിറ്റുകൾ രക്തം വന്നു, പിന്നെ രക്തമില്ല എങ്കിൽ ശുദ്ധിയായി, നമുക്ക് നിസ്കാരം ആരംഭിക്കാം. അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, പിന്നെ രക്തം നിലച്ചു എങ്കിൽ നിസ്കാരം ആരംഭിക്കണം. അല്ലാതെ എന്തായാലും 28 കഴിയണം എന്ന് കണക്കൊന്നുമില്ല. രക്തമില്ലെങ്കിൽ എപ്പോൾ ശുദ്ധിയായോ അവിടെ മുതൽ അവൾ ശുദ്ധീകരിക്കുകയും നിസ്കരിക്കുകയും വേണം. എന്നാൽ സാധാരണ സ്ത്രീകൾക്ക് 1 മാസം വരെ അല്ലെങ്കിൽ 28 ദിവസം വരെയൊക്കെ രക്തം ഉണ്ടാവാറുണ്ട്. 40 ദിവസം വരെ അധികമായാൽ പോകാറുമുണ്ട്. അപൂർവം ചില സ്ത്രീകൾക്ക് ഒരു പക്ഷേ 60 ദിവസം വരെ ഉണ്ടായേക്കാം. 40-നും 60-നും ഇടയ്ക്കുള്ളത് ആർത്തവമാ അല്ല പ്രസവരക്തമാണോ അല്ലേ എന്നതാണ് ഇവിടുത്തെ പണ്ഡിതന്മാർക്കുള്ള ചർച്ച ഉള്ളത്. ഏതായിരുന്നാലും എപ്പോൾ ശുദ്ധിയായോ അപ്പോൾ അവൾ നിസ്കാരം ആരംഭിക്കണം. ഇനി പ്രസവം എന്ന് പറയുമ്പോൾ തികഞ്ഞു പ്രസവിച്ചാൽ മാത്രമാണോ? അതല്ല, ഗർഭമുണ്ടായി ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് ഗർഭം അലസി അവൾ ഒരു ചെറിയൊരു രക്തപിണ്ഡം പ്രസവിച്ചു, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രക്തം അത് നിഫാസായി കണക്കാക്കുമോ ഇല്ലേ? അതിലൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ട്. പ്രധാനമായും 4 തരത്തിലാണ് അതിനെ പണ്ഡിതന്മാർ വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കേവലം ഒരു ഇന്ദ്രിയ തുള്ളിയായിക്കൊണ്ട് അവൾ പ്രസവിച്ചു, ഗർഭമുണ്ടായി ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അത് അലസി ഒരു ചെറിയൊരു ഇന്ദ്രിയ കട്ട പുറത്തേക്ക് പോന്നു എങ്കിൽ അത് പ്രസവം എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായി രക്തം വന്നാലും ആ രക്തം നിഫാസല്ല. അതുകൊണ്ട് അവൾ ആ സമയത്ത് നിസ്കരിക്കണം. നോമ്പ് സമയമാണെങ്കിൽ നോമ്പ് നോക്കണം. അതേപോലെ വാജിബായത് എന്തൊക്കെയുണ്ടോ അതവൾ ചെയ്യണം. അതാണ് ഒന്ന്. രണ്ടാമത് പറഞ്ഞത് 4 മാസം തികഞ്ഞു, 4 മാസം തികഞ്ഞിട്ടാണ് പ്രസവിച്ചത് എങ്കിൽ അതിനെ കൂടെ രക്തമുണ്ടാവുകയും ചെയ്തു എങ്കിൽ അത് പ്രസവ രക്തം തന്നെയാണ്. അതിലും ഖിലാഫില്ല. ഒന്നിലും രണ്ടിലും അത് വ്യത്യാസമില്ല. ഒന്ന് കേവലം ഒരു ഇന്ദ്രിയ തുള്ളി കട്ട പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു എങ്കിൽ നിഫാസിൻ്റെ ഒരു ഹുക്മും അതിന് ബാധകമല്ല. 4 മാസം തികഞ്ഞതിന് ശേഷമാണ് പ്രസവിച്ചത്. ജീവൻ ഉണ്ടാവട്ടെ ഇല്ലാതെക്കട്ടെ, കാരണം ജീവൻ ഇടുന്ന സമയമായി, റൂഹ് ഇടുന്ന സമയമായി എങ്കിൽ അതോടുകൂടി അത് പ്രസവമായി കണക്കാക്കാം. അതിൻ്റെ കൂടെ രക്തം വരുന്നുവെങ്കിൽ അത് നിഫാസായി കണക്കാക്കുകയും ചെയ്യും. മൂന്നാമത്, ഒരു രക്തപിണ്ഡം അവൾ പ്രസവിച്ചു, ഒരു രക്തകഷ്ണം പ്രസവിച്ചു. അതാണ് മൂന്നാമതൊരവസ്ഥ. നാലാമതൊരവസ്ഥ പറഞ്ഞത് രക്തപിണ്ഡം തന്നെ മനുഷ്യരൂപം പൂണ്ടതും അല്ലാത്തതും ഉണ്ടാവാം. അവയവങ്ങൾക്ക് രൂപപ്പെട്ട് വന്ന ഒരവസ്ഥയിലാണുള്ളത്, അല്ലെങ്കിൽ അതിന് മുമ്പാണുള്ളത്. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഉണ്ടാവാമല്ലോ. അപ്പോൾ 1 മാസം, 1.5 മാസം, 2 മാസം ഒക്കെ സാധാരണ 80 ദിവസമാണ് സൃഷ്ടിപ്പ് പൂർത്തിയാകുന്ന സമയമായി ഒരു ഹദീസിലൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. സൃഷ്ടിപ്പ് അതായത് ഒരാൾ മനുഷ്യ രൂപം പ്രാപിക്കുന്നതിൻ്റെ ഘട്ടങ്ങളായി പറഞ്ഞപ്പോൾ അവിടെ 80 ദിവസം അല്ലെങ്കിൽ 90 ദിവസം വരെ ഒക്കെ പറയപ്പെടുന്നു. പിന്നീട് 100 ദിവസമാകുമ്പോൾ റൂഹ് അതിൽ അള്ളാഹു തആല നിക്ഷേപിക്കും എന്നും പറഞ്ഞു. ഏതെന്നാലും ഒരു മനുഷ്യരൂപം കൈയും കാലും ഒക്കെ അതിൽ രൂപപ്പെട്ടിട്ടുണ്ട്, മനുഷ്യരൂപം ആയി വന്നിട്ടുണ്ട് എങ്കിൽ അത് നിഫാസായി കണക്കാക്കുകയും അതിനെ തുടർന്ന് രക്തമുണ്ടാകുന്നുവെങ്കിൽ അവൾക്ക് ആ സമയത്ത് നിസ്കാരം നോമ്പൊക്കെ ഹറാമാവുകയും ശുദ്ധിയാകുന്ന മുറക്ക് കുളിച്ച് ശുദ്ധിയായി അവൾ നിസ്കാരം ആരംഭിക്കുകയുമാണ് വേണ്ടത് എന്നാണ് അതിലെ പൊതുവായ പ്രബലമായ അഭിപ്രായം. അതിനു മുമ്പാണ് ചെറിയ ഒരു രക്തപിണ്ഡമോ ചെറിയൊരു മാംസപിണ്ഡമോ ഒക്കെയാണ് പ്രസവിച്ചത്,
ഒരു ചോരക്കട്ടയാണ് പ്രസവിച്ചത്, അല്ലെങ്കിൽ ഒരു രക്തപിണ്ഡമാണ് വന്നത്, അതിൽ വേറെ അവയവങ്ങളോ മറ്റോ രൂപപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു രക്തപിണ്ഡമോ മാംസപിണ്ഡമോ ഒക്കെ ആണ് എങ്കിൽ അത് പ്രസവമായി കണക്കാക്കേണ്ടതില്ല എന്നാണ് പൊതുവെ അതിലുള്ള ഒരു അഭിപ്രായമായി പറയുന്നത്. ആവട്ടെ, ഇങ്ങനെ 4-5 അവസ്ഥയിൽ പ്രസവമുണ്ടാകാം. ഒന്ന് നുത്ഫത്തായി വന്നു, 2 4 മാസം കഴിഞ്ഞ ശേഷം പ്രസവിച്ചു, അപ്പോൾ രണ്ടിലും തർക്കമില്ല. 3 രക്തപിണ്ഡം വന്നു, 4 മാംസപിണ്ഡം വന്നു, അതുതന്നെ 1 മനുഷ്യരൂപം പ്രാപിച്ചത്, 5ാമത് അവസ്ഥ ഉള്ളത് മനുഷ്യരൂപം പ്രാപിക്കാത്തത്. ഇതിനെയെല്ലാം വ്യത്യസ്തമായ ഹുക്കുമുകളായി പണ്ഡിതന്മാർ കണക്കാക്കിയതായി കാണാൻ കഴിയും. ഖുർആനിലും ഇത് 2 പറഞ്ഞു, മുദ്ഗത്തുൻ മുഖല്ലഖ വഗൈറു മുഖല്ലഖ എന്ന് 2 രൂപത്തിൽ അല്ലാഹു തആല മുദ്ഗത്തിനെ പറഞ്ഞു. രൂപം നൽകപ്പെട്ട മുദ്ഗത്തും രൂപം നൽകപ്പെടാത്ത മുദ്ഗത്തും എന്ന അല്ലാഹു തആല 2 അവസ്ഥകളെ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 90 ദിവസം 3 മാസം പ്രായമായ ഗർഭമാണ് എങ്കിൽ അതിൽ മനുഷ്യരൂപങ്ങളൊക്കെ അതിൽ വ്യക്തമാകും. പിന്നെ വളർച്ച ഉണ്ടാവുള്ളൂ, പിന്നുള്ളത് വളർച്ചയാണ്. മനുഷ്യരൂപം പൂളുക എന്നുള്ളത് 90 ദിവസം കൊണ്ട് ഏതാണ്ട് ആകും. 120 ദിവസമാകുമ്പോൾ ജീവൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ വളർച്ചയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യരൂപം പ്രാപിച്ച ശേഷമാണ് പ്രസവമെങ്കിൽ അതിന് ശേഷമുണ്ടാകുന്ന രക്തം നിഫാസിൻ്റെ രക്തമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ഇനി സ്ത്രീ പ്രസവിച്ചു, രക്തമേ ഉണ്ടായില്ല, പ്രസവിച്ചു രക്തം ഉണ്ടായിട്ടേ ഇല്ല എങ്കിൽ അടുത്ത വക്ത് മുതൽ അവൾ നിസ്കരിക്കുകയും വേണം. അങ്ങനെ സംഭവിക്കാം, അപൂർവമായിട്ടെങ്കിലും പക്ഷേ സംഭവിച്ചേക്കാം. പ്രസവം നടന്നു, പക്ഷെ രക്തമൊന്നും അതിൻ്റെ ഭാഗമായി ഒന്നും വന്നിട്ടില്ല എങ്കിൽ പ്രസവിച്ചു എന്നതുകൊണ്ട് മാത്രം ഓക്കി നിസ്കാരം ഒഴിവാക്കിയതില്ല. പ്രസവം നടന്നു എന്നതുകൊണ്ടല്ല നിസ്കാരം ഒഴിവാക്കുന്നത്. പ്രസവാനന്തരം ഉണ്ടാകുന്ന രക്തമാണ് അവിടെ ഘടകം, അത് ശുദ്ധിയാകുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ആ പ്രസവാനന്തരം രക്തമില്ലെങ്കിലോ പ്രസവിച്ചു എന്ന കാരണത്താലല്ല നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞത്, രക്തമുണ്ട് എന്ന കാരണത്താലാണ് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ രക്തമില്ല എങ്കിൽ അവൾക്ക് ആ ഹുക്കുമൊന്നുമില്ല. അപ്പോൾ അവൾ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, എല്ലാം അവൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവൾ കുളിക്കേണ്ടതുണ്ടോ? അതുമില്ല എന്നാണ്. പ്രസവിച്ചു രക്തം വന്നിട്ടില്ല എങ്കിൽ അവൾ കുളിക്കണോ? വേണ്ട, രക്തം വന്ന് ആ രക്തം നിലക്കുമ്പോഴാണ് ശുദ്ധിയായി എന്ന് പറയുക, അപ്പോൾ അവൾ കുളിക്കണം. എന്നാൽ ഇവിടെ രക്തമുണ്ടായിട്ടില്ല, ഇവിടെ അശുദ്ധി സംഭവിച്ചിട്ടുമില്ല, അവിടെ ശുദ്ധിയാകുക എന്ന പ്രശ്നമൊട്ട് വരുന്നുമില്ല എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഏറിയാൽ 40 ദിവസം, അല്ലെങ്കിൽ മറ്റൊരഭിപ്രായ പ്രകാരം 60 ദിവസം, അതാണ് പ്രസവ രക്തത്തിൻ്റെ കണക്ക്. മത്താ തുഹൂറത്ത് ഖബലഹു, അതിനു മുമ്പ് എപ്പോഴാണോ തുഹൂറായത് എങ്കിൽ തത്വഹറത്ത് വസല്ലത്ത്, അവൾ ശുദ്ധിയാക്കുകയും നിസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണ ഷാഫി മദ്ഹബിലൊക്കെ പറയുന്നത് അഖല്ലുൽ നിഫാസ്, പ്രസവ രക്തത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ലഹ്ലത്തുന്ന, നമ്മൾ പണ്ട് മദ്രസ പഠിച്ചൊക്കെ കേൾക്കാം, ഒരു നിമിഷമാകുന്നു. ഷാഫി മദ്ഹബിൽ ലഹ്ലാന, ഒരു നിമിഷം. ഹംബലി മദ്ഹബിൽ അതും ഉണ്ടാവണം എന്നില്ല എന്നാണ്. അക്കല്ല് പറയാൻ പറ്റൂല, പക്ഷെ സാധാരണഗതിയിൽ ഉണ്ടാകണമൊക്കെ ഓക്കെ, പക്ഷേ അക്കല്ല് ഇല്ല, ഒരു പക്ഷെ രക്തമില്ലാതെയും പ്രസവം നടന്നേക്കാമല്ലോ എന്നാണ് ന്യായമായി പറയുന്നത്. ഏതായാലും പ്രസവം ശേഷം രക്തമുണ്ടെങ്കിൽ ആ രക്തം എപ്പോൾ ശുദ്ധിയായോ അവിടെ മുതൽ നിസ്കരിക്കേണ്ടതുണ്ട്. പരമാവധി പോയാൽ 40 ദിവസം വരെ രക്തമുണ്ടാവാം, മറ്റൊരു അഭിപ്രായ പ്രകാരം 60 ദിവസം വരെയും ഉണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഏതായാലും ഇല്ല. 60-നപ്പുറം പിന്നെയും രക്തം കാണുന്നുവെങ്കിൽ അത് മറ്റു വല്ല രക്തവുമാണ് എന്ന് കണക്കാക്കുകയല്ലാതെ പറ്റില്ല. പിന്നെ ഒക്കെ അവിടെ പറ്റും, ഈ 60 ദിവസം തികഞ്ഞത് യഥാർത്ഥത്തിൽ അവളുടെ പഴയ ആർത്തവത്തിൻ്റെ സമയം ആകുമ്പോഴാണ്. എല്ലാ മാസവും 10-ാം തീയതി അവൾക്ക് ആർത്തവം ആരംഭിക്കലുണ്ട്. ആ മാസം 9-ാം തീയതിയാണ് അവൾക്ക് 60 ദിവസം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ട്. പിറ്റേന്ന് 61-ാമത്തെ ദിവസം മാസം 10-ാം തീയതിയാണ് പ്രസവത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഗർഭത്തിന് മുമ്പ് അവളുടെ ആർത്തവ ചക്രം അങ്ങനെയായിരുന്നു എങ്കിൽ ആ 10-ാം തീയതി രക്തം കണ്ടു എങ്കിൽ അത് വേണമെങ്കിൽ അവൾക്ക് അവളെ ഹൈലാണ് എന്ന് കണക്കാക്കാം. അത് കഴിഞ്ഞ് 6-ാമത്തെ ദിവസം 7-ാമത്തെ ദിവസം ശുദ്ധിയായി, അപ്പോൾ അവൾക്ക് വീണ്ടും ആർത്തവം ആരംഭിച്ചു. ആർത്തവ ക്രമമായി ഇത് കണക്കാക്കാം. ആ ദിവസങ്ങൾ ആർത്തവത്തിൻ്റെ ഭാഗമായി ഒക്കെ നിസ്കാരം കാര്യങ്ങൾ മാറ്റി നിർത്താം. ശുദ്ധിയാകുമ്പോൾ കുളിച്ച് വൃത്തിയായി നിസ്കാരം ആരംഭിക്കുകയും ചെയ്യാം. എന്നാൽ വയുക്രഹു വത്ഉഹ ഖബലൽ 40 ബഅദ തതഹുരി, വയുക്രഹു വത്ഉഹ, അവളെ ലൈംഗികമായി ബന്ധപ്പെടൽ കറാഹത്താണ്. ഖബലൽ 40, 40 ദിവസങ്ങൾക്ക് മുമ്പ്.
ബഅദ തതഹുരി ശുദ്ധിയായതിന് ശേഷവും. ഒരു പെണ്ണ് പ്രസവം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ ശുദ്ധിയായി, അല്ലെങ്കിൽ 15 ദിവസം ശുദ്ധിയായി, 20-30 ശുദ്ധിയായി, കുളിച്ചു വൃത്തിയായി, നിസ്കാരം നോമ്പൊക്കെ അവൾ ആരംഭിച്ചു എങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പറ്റുമോ? പറ്റും, പക്ഷെ കറാഹത്താണ്. മദ്ഹബി വീക്ഷണ പ്രകാരം കറാഹത്താണ്. പ്രബലാഭിപ്രായം കറാഹത്തുമില്ല എന്നാണ്. കാരണം നിസ്കാരം കാര്യം പറ്റുമെങ്കിൽ പിന്നെ ലൈംഗിക ബന്ധം ഏതായിരുന്നാലും പറ്റും. അപ്പം ഇത് 40 ദിവസത്തിന് മുമ്പ് ശുദ്ധിയായാലും ലൈംഗിക ബന്ധം കറാഹത്താണെന്ന് പറയാൻ ഉള്ള തെളിവ് ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു. 40 ദിവസം തികഞ്ഞതിന് മുമ്പേ തന്നെ അവൾ ശുദ്ധിയായി, നിസ്കാരം കാര്യങ്ങൾക്ക് ആരംഭിച്ചു. അങ്ങനെ അവൾ ഭർത്താവിനടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ തഖ്റബീനി, നീ എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ല എന്ന് സ്വഹാബി തൻ്റെ ഭാര്യയോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ലൈംഗിക ബന്ധത്തിന് വേണ്ടി സമീപിക്കേണ്ടതില്ല എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സ്വഹാബി അങ്ങനെ പറഞ്ഞല്ലോ, അതാണ് അവർ ഒരു കാരണമായി പറയുന്നത്. അപ്പം നീ അടുക്കരുത് എന്ന് വിലക്കാണ് ചെയ്തത്. വിലക്കിൽ മിനിമം കറാഹത്താണ്. വിലക്കിയാൽ മിനിമം അതറിയിക്കുക കറാഹത്തിനെയാണ്. അപ്പോൾ സ്വഹാബിയുടെ ഫിഅൽ അവിടെ ഉണ്ട് എന്ന ന്യായം. രണ്ടാമത്, വീണ്ടും രക്തം വരാമല്ലോ, 40 ദിവസം വരെ രക്തം ഉണ്ടാവാം എന്നതുകൊണ്ട് ഇപ്പോൾ ശുദ്ധിയായാലും വീണ്ടും ഒരു പക്ഷെ രക്തം വരാമല്ലോ. അങ്ങനെ രക്തം വന്നു കഴിഞ്ഞാൽ അവൾ ശുദ്ധിയായിട്ടില്ല എന്നല്ല അപ്പം അർത്ഥം. അപ്പം ഈ അശുദ്ധി കാലത്ത് ബന്ധപ്പെടുക എന്ന ഒരു കാര്യം സംഭവിക്കുമല്ലോ, അതുകൊണ്ട് 40 ദിവസം വരെ അവർ കാത്തിരിക്കട്ടെ. ഈ രണ്ടു ന്യായങ്ങളാണ് അവരതിന് പറയുന്നത്. എന്നാൽ പ്രബലാഭിപ്രായം അത് ശരിയല്ല എന്നാണ്. മാത്രമല്ല ഇബ്നു അബ്ബാസ് പറഞ്ഞ വാക്ക് കാണാം, ഇദാ സ്വല്ലത്ത് ഹല്ലത്ത്, ഇദാ സ്വല്ലത്ത്, അവൾ നിസ്കരിച്ചാൽ ഹല്ലത്ത്, അവൾ ഹലാലായി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒന്ന് ഉസ്മാൻ ബിൻ അബിൽ ആസിൻ്റെ സംഭവം കാണുന്നു, മറ്റ് ഇബ്നു അബ്ബാസ് പൊതുവായി ഹുക്മ് പറയുന്നു, ഇദാ സ്വല്ലത്ത് ഹല്ലത്ത്. ഇബ്നു അബ്ബാസ് ആണ് കർമ്മശാസ്ത്രത്തിൽ ഉസ്മാൻ ബിൻ അബിൽ ആസിനേക്കാളും വലിയ ഫഖീഹ്, അഫ്ഖഹ് അദ്ദേഹമാണ്. മാത്രമല്ല അത് പൊതുവായി പറഞ്ഞതുമാണ്. മറ്റദ്ദേഹം സ്വന്തം ഭാര്യയോട് പറയാണ് അടുത്തേക്ക് വരണ്ടാന്ന്. അത് മറ്റു പല കാരണങ്ങളാലും ആകാമല്ലോ, ഇസ്ലാമികമായി പാടില്ലാത്തതുകൊണ്ട് ആയിക്കോളുന്നില്ല. ഒരു പക്ഷെ അദ്ദേഹത്തിനും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ ഇപ്പോൾ വരേണ്ടതില്ല എന്ന അർത്ഥത്തിലുമായിരിക്കാം. എന്തായാലും അത് മാത്രം വെച്ചുകൊണ്ട് ഇത് പാടില്ല എന്ന് പറയാവതല്ല. ഇനി ഫഇൻ ആവദഹ അദ്ദമു ഫമഷ്കൂകും ഫീഹി തസൂമു വതുസല്ലി വതഖ്ലി അൽ വാജിബ. മറ്റൊരു മസ്അല, ഫഇൻ ആവദഹ അദ്ദമു, ഇനി രക്തം അവൾക്ക് വീണ്ടും ആവർത്തിച്ചു വന്നാൽ അഥവാ ശുദ്ധിയായി രക്തം നിലച്ചു, അവൾ കുളിച്ചു, അവൾ നിസ്കാരം നോമ്പൊക്കെ ആരംഭിച്ചു, അതിനുശേഷം പിന്നെയും രക്തം വന്നു എങ്കിൽ അത് ഫമഷ്കൂകുൻ ഫീഹി, അത് സംശയിക്കപ്പെടുന്ന രക്തമാണ് എന്ന് കണക്കാക്കണം. ആർത്തവത്തിൽ പറഞ്ഞതല്ലായിരുന്നു. ആർത്തവത്തിൽ നമ്മൾ പറഞ്ഞു ഇന്ന് എടുത്തതിനെ അവളുടെ ക്രമത്തിന് ഇടയിൽ ശുദ്ധിയായി കഴിഞ്ഞാൽ അത് ശുദ്ധിയായി കണക്കാക്കാം. വീണ്ടും രക്തം വന്നാലോ അത് ആർത്തവമായും കണക്കാക്കാം. ഹൈലും നിഫാസും തമ്മിൽ 4-5 വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒരു വ്യത്യാസമാണ് ഇത്. നിഫാസ് 40 ദിവസത്തിന് ഇടയിൽ ശുദ്ധിയായി കഴിഞ്ഞാൽ അവൾ ശുദ്ധിയായി കണക്കാക്കും. പിന്നെയും രക്തം വന്നു, ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ ശുദ്ധിയായി, നിസ്കാരമൊക്കെ തുടങ്ങി, ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം വന്നു എങ്കിൽ ആ രക്തം നിഫാസ് രക്തം തന്നെയാണോ അല്ലേ? ഫമഷ്കൂകുൻ ഫീഹി, അത് ശക്കുണ്ട്, സംശയമുള്ള രക്തമാണ്. അവിടെ ആ രക്തം കണ്ടു എന്നുകൊണ്ട് മാത്രം അത് നിഫാസ് രക്തമാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. മറ്റതോ, മറ്റേ ആർത്തവത്തിൻ്റെ അവളുടെ മുറ ദിവസങ്ങൾക്കിടയിലാണ് എങ്കിൽ അത് രക്തം തന്നെയാണ് ഉറപ്പിക്കാം. ഇവിടെ അതല്ല, ഇവിടെ 40 ദിവസം വരെ ഉണ്ടാകാമല്ലോ, അതുകൊണ്ട് ഇത് നിഫാസ് രക്തം തന്നെ എന്ന് പറയാനായിട്ടില്ല. ഒരു പക്ഷെ അത് ഇസ്തിഹാദത്തായിരിക്കാം, ഒരു രക്തസ്രാവത്തിൻ്റെ ഭാഗമായി ഉണ്ടായതായിരിക്കാം. അത് മറ്റുമല്ല ദമു ഫസാദ് എന്ന് പറയുന്ന മറ്റു പല രക്തങ്ങളുമായിരിക്കാം. അതല്ല നിഫാസാവാനും സാധ്യതയുണ്ട്. അപ്പം നിഫാസ് ആണെങ്കിലോ നിസ്കരിക്കാൻ പറ്റൂല, അല്ലെങ്കിലോ നിസ്കരിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ശക്കുള്ള രക്തമാണ്. അതുകൊണ്ട് തസൂമു വതുസല്ലി, തസൂമു അവൾ നോമ്പെടുക്കണം, വതുസല്ലി അവൾ നിസ്കരിക്കുകയും വേണം, വതഖ്ലി അൽ വാജിബ വാജിബായതിനെ അവൾ പിന്നീട് വീട്ടുകയും വേണം. ആ സമയത്ത് ചെയ്യാതെ പോയ വാജിബുണ്ടെങ്കിൽ അതവൾ
വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശുദ്ധിയായി കുളിച്ചുവെങ്കിൽ നിസ്കാരം ആരംഭിക്കാം. പിന്നീട് വരുന്ന കാര്യം ശക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ആ ശക്ക് തീരുമാനമാകുന്നവരെ നിസ്കരിക്കാതൊക്കെയല്ല വേണ്ടത്. അവൾ നിസ്കരിക്കണം, അവൾ നോമ്പെടുക്കണം. എന്നാൽ പിന്നീട് അവൾക്ക് ബോധ്യമായി അത് നിഫാസ് രക്തം തന്നെയാണ്, രക്തത്തിൻ്റെ നിറം കൊണ്ടോ രക്തത്തിൻ്റെ പ്രകൃതം കൊണ്ടോ ഒക്കെ മനസ്സിലായി. ഇപ്പം 40 ദിവസം കഴിഞ്ഞപ്പോൾ നിന്നും ചെയ്തു. 30 ദിവസം കഴിഞ്ഞ് 20 ദിവസത്തിന് ശുദ്ധിയായി, 30-ാം ദിവസം വീണ്ടും രക്തം വന്നു, 10 ദിവസം വന്ന രക്തമുണ്ടായി, 40 നിലച്ചു. അപ്പോൾ ആ ലക്ഷണം കൊണ്ടൊക്കെ അവൾക്ക് ഉറപ്പായി ഇത് പ്രസവത്തിൻ്റെ രക്തം തന്നെയാണ് എങ്കിൽ തഖ്ലീ അൽ വാജിബ, വാജിബിനെ അവൾ വീട്ടണം എന്ന് പറഞ്ഞാൽ നോമ്പ് വീട്ടണം. നിസ്കാരം വീട്ടേണ്ടതില്ല. കാരണം നിസ്കാരം മാർത്ത സമയത്തും പ്രസവ സമയത്തും നിസ്കാരം ഇല്ല, അത് വീട്ടേണ്ടതുമില്ല. നോമ്പും പാടില്ല, എന്നാൽ നോമ്പ് പിന്നെ നോറ്റ് വീട്ടണം. അപ്പോൾ ആ സമയത്ത് റമദാനായിരുന്നു. ഒരു പെണ്ണ് ഷഅബാനിൽ പ്രസവിച്ചു, റമദാൻ ഫസ്റ്റ് ആയപ്പോൾ ശുദ്ധിയായി, 20 ദിവസം കഴിഞ്ഞപ്പോൾ ശുദ്ധിയായി, അവൾ നോമ്പൊക്കെ തുടങ്ങി. ഒരു 8 ദിവസം നോമ്പ് വെച്ചപ്പോൾ പിന്നെ രക്തം വന്നു. അപ്പോൾ അവൾ നോക്കുമ്പോൾ 10 ദിവസം ഒന്നാകെ രക്തം വന്നു, 40 തികയണം, അന്ന് രക്തം നിലച്ചു. അപ്പോൾ ആ 10 ദിവസം നോറ്റ നോമ്പ് ശരിയായിട്ടില്ല, അത് നിഫാസാണെന്ന് ബോധ്യമായി. അപ്പോൾ ആ നോറ്റ നോമ്പ് മതിയാക്കാൻ പറ്റുമോ? ഇല്ല. വത്തഖ്ലീ അൽ വാജിബ, വാജിബിനെ അവൾ ഖളാ വീട്ടണം. അപ്പോൾ ആ നോറ്റ നോമ്പ് അവൾ പിന്നീട് വീണ്ടും നോൽക്കണം. അന്നത്തെ നിസ്കാരമോ വേറെ നിസ്കരിക്കണോ? വേണ്ട. അത് ഒരു സ്ത്രീ പ്രസവിച്ചു, 40 ദിവസത്തിന് മുമ്പ് അവൾ ശുദ്ധിയായി. ഇപ്പം ഷഅബാൻ 20-നാണ് പ്രസവിച്ചത്, റമദാൻ 10-ന് അവൾ ശുദ്ധിയായി. അപ്പോൾ 20 ദിവസമായിട്ടുള്ളൂ. ശുദ്ധിയായി കുളിച്ചു, അവൾ നിസ്കാരം നോമ്പുമൊക്കെ ആരംഭിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം വന്നു. അഥവാ പ്രസവിച്ച് 30-ാം ദിവസം, റമദാൻ 20-ന് അവൾ വീണ്ടും രക്തം കണ്ടു. ആ രക്തം 10 ദിവസം വന്നു. അപ്പോൾ പ്രസവിച്ച് 40 ദിവസമായി. 40-ാം ദിവസം രക്തം നിലച്ചു എങ്കിൽ ഈ അവസാനത്തെ 10 ദിവസം ഉണ്ടായത് പ്രസവ രക്തം തന്നെയാണ് എന്ന് അവൾക്ക് ഇപ്പോൾ ബോധ്യമാകുന്നു. പക്ഷെ ആ 10 ദിവസം നോമ്പ് നോറ്റിട്ടുണ്ട്. കാരണം അവൾ പറഞ്ഞെന്താണ്? തുസല്ലി വതസൂമുന്നാണ്, നോമ്പ് നോക്കണം, നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ നോമ്പ് നോറ്റു, നിസ്കരിച്ചു. പക്ഷേ അവൾക്ക് ബോധ്യപ്പെട്ടു ഇത് പ്രസവ രക്തമാകുന്നു. അപ്പോൾ ആ നിസ്കാരം ശരിയായിട്ടില്ല, ആ നോമ്പും ശരിയായിട്ടില്ല. അപ്പോൾ ആ നോമ്പ് അവൾ വീണ്ടും നോറ്റി വിട്ടണം. നിസ്കാരമോ നിസ്കരിച്ചു വിട്ടേണ്ടതില്ല. അപ്പോൾ ഹൈലും നിഫാസും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഹൈല് സാധാരണ ആദത്തിനിടയിൽ ഉണ്ടാകുന്ന ശുദ്ധിയും രക്തവുമൊക്കെ ശുദ്ധിയെ ശുദ്ധിയായും രക്തത്തെ രക്തമായും കണക്കാക്കി പോകും ആ ആദത്തിനിടയിലാണെങ്കിൽ. നിഫാസ് ആദത്ത് 40 ദിവസം വരെ 60 ദിവസം എന്ന് പറഞ്ഞാലും അതിനിടയിൽ ശുദ്ധിയാവുകയും പിന്നെ രക്തം വരികയും ചെയ്താൽ ആ രക്തം നിഫാസാണോ അല്ലേ എന്നതിൽ ശക്കുണ്ട്. അപ്പോൾ അടയാളങ്ങൾ കൊണ്ട് ആ നിഫാസ് രക്തം തന്നെ എന്ന് ബോധ്യമായാൽ നിഫാസായി കണക്കാക്കാം. ഇപ്പം നിഫാസ് രക്തത്തിൻ്റെ പ്രകൃതം, അതിൻ്റെ വാസന, അതിൻ്റെ നിറം, അതൊക്കെ വെച്ച് സ്ത്രീകൾക്ക് പൊതുവെ അറിയാം പ്രസവ രക്തവും അല്ലാത്ത രക്തവും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ആ ലക്ഷണങ്ങൾ കൊണ്ടൊക്കെ അവൾക്കത് ബോധ്യമായി ഇത് പ്രസവ രക്തം തന്നെയാണ്. ആ 40 ദിവസം തികയുന്ന അന്നരയിൽ മുമ്പായിട്ടത് നിലയ്ക്കുകയും ചെയ്തു എങ്കിൽ അത് പ്രസവ രക്തം തന്നെ എന്ന് ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിക്കുകയാണ് എങ്കിൽ തഖ്ലീൽ വാജിബ, വാജിബായത് എന്തായിരുന്നുവോ അത് ഖളാ വീട്ടണം. അഥവാ ഈ സമയത്ത് വാജിബായത് എന്താണോ അത് അവൾ ഖളാ വീട്ടണം, അല്ലാത്തതോ ഖളാ വീട്ടുകയും വേണ്ട എന്നർത്ഥം. വഹുവ നിഫാസ് കൽ ഹൈലി, ഹൈല് പോലെ തന്നെയാണ്. നിഫാസ് ഹൈല് പോലെ തന്നെയാണ്. ഫീമാ യഹില്ലു വയഹ്റുമു വയജിബു വയസ്കുതു ഗൈറുൽ ഇദ്ദത്തി വൽ ബുലൂഗി. വഹുവ നിഫാസ് കൽ ഹൈലി, ഹൈല് പോലെയാണ്. ഫീമാ യഹില്ലു ഹലാലാകുന്ന കാര്യങ്ങളിൽ, വയഹ്റുമു ഹറാമാകുന്ന കാര്യങ്ങളിലും, വയജിബു നിർബന്ധമാകുന്ന കാര്യങ്ങളിലും. അഥവാ ഹൈലുണ്ടാകുമ്പോൾ എന്തെല്ലാം ഹലാലാകുമോ അതെല്ലാം നിഫാസ് ഉണ്ടാകുമ്പോഴും ഹലാലാണ്. ഹൈലുകാരിക്ക് ഹലാലായ കാര്യങ്ങളൊക്കെ നിഫാസുകാരിക്കും ഹലാലാണ്. അതെന്തൊക്കെയാണ്? ഹൈലുകാരിക്ക് പള്ളിയിലൂടെ വേണമെങ്കിൽ കടന്നു പോകാം, അതിന് വിരോധമില്ല, പള്ളി താമസിക്കാൻ പറ്റില്ലെന്നുള്ളൂ. എന്ന പോലെ പ്രസവ രക്തമുള്ള പെണ്ണിനും അവൾക്ക് പള്ളിയിലൂടെ കടന്നു പോകാം, പള്ളി മലിനമാവുക ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ രണ്ടുപേർക്കും. അതേപോലെ ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധമല്ലാത്ത മറ്റ് സുഖമെടുക്കുന്നതെല്ലാം പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നബി ഞങ്ങൾ പറഞ്ഞു ഇസ്നഉകുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്, ലൈംഗിക ബന്ധമല്ലാത്ത ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക. അത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനും ബാധകമാണ്. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനും രക്തമുണ്ടെങ്കിലും ലൈംഗിക ബന്ധമല്ലാത്ത ബാക്കിയെല്ലാ സുഖമെടുക്കലുകളും അവർ തമ്മിൽ പറ്റും. അതാണ് ഫീമാ യഹില്ലു എന്ന് പറഞ്ഞത്. ഹലാലായ ഏതൊക്കെ കാര്യമുണ്ടോ അതിൽ നിഫാസ് ഹൈദിനെപ്പോലെ തന്നെയാണ്. വയഹ്റുമു,
ഹറാമാകുന്ന കാര്യത്തിലും ഹൈദ് പോലെ തന്നെയാകുന്നു. അപ്പം ഹൈദ് കൊണ്ട് ഹറാമായതൊക്കെ നിഫാസ് കൊണ്ടും ഹറാമാകും. അപ്പം നിസ്കാരം ഹൈദുകാരിക്ക് ഹറാമാണ്, നിഫാസുകാരിക്കും ഹറാമാണ്. നോമ്പ് ഹറാമാണ്, തവാഫ് ഹറാമാണ്, അതേപോലെ ലൈംഗിക ബന്ധം ഹറാമാണ്. ഇതൊക്കെ ഒരുപോലെയാണ്. ഈ പ്രയോഗപ്രകാരം ത്വലാഖും ഹറാമാണ്. ഹൈദുകാരി ത്വലാഖ് ചെല്ലൽ ഹറാമാണ്. ഇവിടെ യഹ്റുമു എന്ന് പറഞ്ഞതുകൊണ്ട് നിഫാസ് സമയത്ത് ത്വലാഖ് ചെല്ലലും ഹറാമാകും എന്ന് വരും. എന്നാൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആർത്തവ സമയത്ത് ത്വലാഖ് എല്ലാം പാടില്ല. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ ത്വലാഖ് ചെല്ലുകയാണെങ്കിൽ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദത്തിഹിന്ന എന്ന് അള്ളാഹ് പറഞ്ഞു. അവിടെ ആർത്തവ സമയത്ത് ത്വലാഖ് ചെല്ലാൻ പാടില്ല. എന്നാൽ പ്രസവ രക്തമുള്ള സമയത്ത് ത്വലാഖ് ചെല്ലാമോ ഇല്ലേ, അത് ഹറാമുണ്ടോ ഇല്ലേ, അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പ്രബലാഭിപ്രായം ആ സമയത്ത് ത്വലാഖ് ചെല്ലിയാൽ അത് ഹറാമില്ല എന്നാണ്. ആർത്തവ സമയത്ത് ത്വലാഖ് ചെല്ലിയാൽ ഹറാമാണ്, എന്ന ത്വലാഖ് സംഭവിക്കും എന്നൊരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം ഹറാമാണ്, ത്വലാഖ് സംഭവിക്കുകയില്ല. നിഫാസ് സമയത്ത് ത്വലാഖ് ചെല്ലിയാൽ ത്വലാഖ് സംഭവിക്കും, ഹറാമാണ്, അല്ല ത്വലാഖ് സംഭവിക്കും, ഹറാമില്ല. ഇതാണ് അതിലുള്ള വീക്ഷണ വ്യത്യാസം. ഏതായിരുന്നാലും ഹലാലാകുന്ന കാര്യത്തിലും ഹറാമാകുന്ന കാര്യങ്ങളിലും ഇത് ഹൈദ് പോലെ തന്നെയാകുന്നു. വയജിബു വാജിബാകുന്ന കാര്യത്തിലും ഹൈദ് പോലെ തന്നെയാകുന്നു. അതെന്താ? ഹൈദ് ശുദ്ധിയായാൽ കുളിക്കണം, നിഫാസ് ശുദ്ധിയായാലും കുളിക്കണം. അപ്പം ഹൈദുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വാജിബ് എന്തൊക്കെയുണ്ടോ ആ വാജിബുകൾ നിഫാസുമായി ബന്ധപ്പെട്ടും വാജിബാണ്. എന്നാൽ വയസ്കുത്തു ഗൈറുൽ ഇദ്ദത്തി വൽ ബുലൂഗി, വയസ്കുത്തു അതേപോലെ ഒഴിവാകുന്ന കാര്യത്തിലും. നിസ്കാരം ആ സമയത്ത് പറ്റൂല, നിസ്കാരം അവർക്ക് ഒഴിവാണ്, പിന്നെ അത് നിസ്കരിച്ച് വീട്ടേണ്ടതുണ്ടോ, അതുമില്ല. നോമ്പും ആ സമയത്ത് ഒഴിവാണ്, അത് പിന്നെ നോറ്റ് വീട്ടണം, അതും ഇതുപോലെ തന്നെയാണ്. എന്നാൽ ഗൈറുൽ ഇദ്ദത്തി വൽ ബുലൂഗി, ഇദ്ദയും അതേപോലെ പ്രായപൂർത്തിയും അല്ലാത്തത്, ഇദ്ദ അതേപോലെ പ്രായപൂർത്തി, അത് രണ്ടും നിഫാസ് ഘടകമല്ല. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ പ്രായപൂർത്തിയായി എന്നതിൻ്റെ അടയാളമാണത്. ഒരു സ്ത്രീക്ക് ആദ്യമായ ആർത്തവം ഉണ്ടാകുമ്പോൾ അതോടെ അവൾ പ്രായപൂർത്തിയെത്തിയവളായി. എന്നാൽ നിഫാസിനായാലോ അതുകൂടെയാണോ പ്രായപൂർത്തിയാവുക? അല്ല, ഗർഭം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അവൾക്ക് പിന്നെ സ്ഖലനമുണ്ടാകുമ്പോഴാണ്. അപ്പം നിഫാസ് എന്നുള്ളത് പ്രായപൂർത്തിയുടെ അടയാളമല്ല. പ്രായപൂർത്തി ആയതിനു ശേഷം പിന്നെ ഗർഭം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിഫാസ് എന്നത് പ്രായപൂർത്തിയുടെ അടയാളമായി കണക്കാക്കപ്പെടുക. ഇദ്ദയിലും അത് ഒഴിവാകും എന്നാണ്. അഥവാ ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീ അവളുടെ ഇദ്ദ പീരിയഡിൽ ഹൈദ് സമയം കൂടി കണക്കാക്കും. എന്നാൽ നിഫാസ് സമയം അത് കണക്കാക്കുമോ ഇല്ലേ? ഒരാൾ ഗർഭസമയത്താണ് ത്വലാഖ് ചെല്ലല്, ഒരു പെണ്ണിന് ഗർഭസമയത്ത് ത്വലാഖല്ലേ എങ്കിൽ പ്രസവിക്കുന്നതോടുകൂടി ഇദ്ദ കഴിഞ്ഞു. അതിന് പിന്നെ പ്രസവ രക്തം എന്നുള്ളത് ഓളെ സംബന്ധിച്ച് ഇദ്ദയിലൊന്നുമല്ല, പ്രസവം കഴിഞ്ഞാൽ ഇദ്ദ കഴിഞ്ഞു. ഇനി പ്രസവ സമയത്താണ് ത്വലാഖല്ലേ, ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് അവിടെ ത്വലാഖ് ചൊല്ലിയത് എങ്കിൽ അവളുടെ ഇദ്ദ എപ്പോൾ മുതൽ ആരംഭിക്കും? ഈ നിഫാസുള്ള സമയം കണക്കാക്കുമോ? ഇല്ല. കാരണം ഇദ്ദ ശരിക്കുന്നതാണ് സലാസത്ത് ഖുറൂ, ഒരു മുത്തല്ലഖത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത്ത ഖുറൂ, 3 ഖുർഅ് കാലം, 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 അശുദ്ധികാലം, രണ്ടുമാവാം. ഖുർഅന് ശുദ്ധി എന്നും അർത്ഥമുണ്ട്, അശുദ്ധി എന്നും അർത്ഥമുണ്ട്. അപ്പം 3 ഖുർഅ് കാലം അവൾ കാത്തിരിക്കണം. എങ്കിൽ ഇവളുടെ ഖുർഅ് എപ്പോഴാണ്? പ്രസവരക്തം നിലച്ച് ശുദ്ധിയായതിനു ശേഷം അവൾക്ക് ഇനി 3 തവണ ആർത്തവമുണ്ടാകണം, അല്ലെങ്കിൽ 3 തവണ ആർത്തവമുണ്ടായി ശുദ്ധിയാകണം. അപ്പം ഈ നിഫാസ് കാലം എന്നത് ഇദ്ദയിൽ പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ ഇദ്ദ കുറച്ച് നീളും. പ്രസവരക്തം കഴിഞ്ഞ് ശുദ്ധിയായതിനു ശേഷം പിന്നെ അവൾക്ക് ഇനി എന്നാണോ ആർത്തവം ഉണ്ടാകുന്നത് അവിടുന്ന് അങ്ങണ്ട പിന്നെ കണക്കാക്കി തുടങ്ങുകയുള്ളൂ, അത് വരെ ഇദ്ദയാവും. അത് ഗർഭകാലത്താണെങ്കിൽ ഗർഭകാലത്ത് ത്വലാഖില്ലാൽ പ്രസവിക്കണവരെ, പ്രസവിച്ച ശേഷം ത്വലാഖില്ലാലോ, എങ്ങനെ രണ്ടൊന്നാല്? പ്രസവിക്കണവരെ ഇദ്ദ, പ്രസവിച്ച് 8 ദിവസം കഴിഞ്ഞിട്ട് ത്വലാഖില്ലേ. അപ്പോൾ ഇദ്ദ എപ്പോൾ? ഇനി പ്രസവിക്കണ പറയാൻ പറ്റത്തില്ലോ, പ്രസവം കഴിഞ്ഞില്ലേ. ഇനി അവളുടെ ഇദ്ദ എപ്പോൾ മുതൽ ആരംഭിക്കും? അത് ഇനി അവൾക്ക് ആർത്തവമുണ്ടായി, പിന്നെ ശുദ്ധിയായി, പിന്നെ ആർത്തവമുണ്ടായി, പിന്നെ ശുദ്ധിയായി, പിന്നെ ആർത്തവം ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ ശുദ്ധിയാവുക. 3 ശുദ്ധികാലം എന്ന് വെച്ചാൽ 3ാമത്തെ ശുദ്ധി വരുമ്പോൾ തീരും.
3 അശുദ്ധികാലം എന്ന് വെച്ചാൽ മൂന്നാമത്തെ അശുദ്ധി ഉണ്ടാകുമ്പോൾ ഇദ്ദ തീരും. അതാണ് വ്യത്യാസം. 3 അശുദ്ധികാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവമുണ്ടായി ശുദ്ധിയായി, രണ്ടാമത് ആർത്തവമുണ്ടായി ശുദ്ധിയായി, മൂന്നാമത്തെ ആർത്തവം തുടങ്ങിയാൽ ഇദ്ദ കഴിഞ്ഞു. കാരണം 3 അശുദ്ധികാലം. 3 ശുദ്ധികാലം എന്ന് വെച്ചാലോ ആർത്തവമുണ്ടായി ശുദ്ധിയായി 1, രണ്ടാമത് ആർത്തവമുണ്ടായി ശുദ്ധിയായി, മൂന്നാമത്തെ ആർത്തവമുണ്ടായി ശുദ്ധിയാകണം, അപ്പോഴേ ഇദ്ദ കഴിയുള്ളൂ. ഒരാഴ്ചത്തെ വ്യത്യാസമുണ്ടാകും. അപ്പോൾ പ്രസവ സമയത്താണ് ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലിയത് എങ്കിൽ ആ പ്രസവ രക്തത്തിൻ്റെ കാലഘട്ടം ഇദ്ദയിൽ ഒഴിവാകും, അത് പരിഗണിക്കപ്പെടുകയില്ല. അതാണ് ഹൈദും നിഫാസും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. വ്യത്യാസങ്ങൾ ഒന്ന് പറഞ്ഞത് അതിൽ ഇടയ്ക്ക് ആവർത്തിച്ചു വരുന്ന രക്തം ശക്കുള്ള രക്തമായി കണക്കാക്കും നിഫാസിൽ, ആർത്തവത്തിൽ അത് ആർത്തവമായി തന്നെ കണക്കാക്കും. രണ്ടാമതൊരു വ്യത്യാസം പറഞ്ഞത് ഇദ്ദ, പ്രായപൂർത്തി എന്നിവയിൽ ഇത് പരിഗണിക്കപ്പെടുകയില്ല, എന്നാൽ ഹൈദിൽ അത് പരിഗണിക്കപ്പെടും എന്നാണുള്ളത്. മൂന്നാമത്തെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചു വന്നത് നേരത്തെ പറഞ്ഞു, ഹൈദ് കാലത്ത് തൊലാക്ക് ചെല്ലൽ ഹറാമാണ്, നിഫാസ് കാലത്ത് തൊലാക്ക് ചെല്ലൽ ഹറാമില്ല. അത് വ്യത്യാസമായി ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചത് കാണാൻ കഴിയും. അതേപോലെ മറ്റൊന്ന്, പിന്നെ പ്രസവ സമയത്ത് 40 ദിവസത്തിന് മുമ്പ് ശുദ്ധിയായാലും ലൈംഗിക ബന്ധം കറാഹത്താകുന്നു, എന്നാൽ ഹൈദുകാരിക്ക് അവളുടെ ദിവസം തികയുന്നതിന് മുമ്പ് ശുദ്ധിയായാലോ ഒരു കറാഹത്തുമാരും പറഞ്ഞിട്ടില്ല. 2 ദിവസം ആർത്തവുണ്ടായി ശുദ്ധിയായി എങ്കിൽ ലൈംഗിക ബന്ധം പറ്റും. 40 ദിവസത്തിന് മുമ്പ് ശുദ്ധിയായാൽ ലൈംഗിക ബന്ധം കറാഹത്തുണ്ടോ ഇല്ലേ എന്ന് ചർച്ച നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്തരം വ്യത്യാസങ്ങളൊക്കെ ഇത് രണ്ടും തമ്മിൽ പറയുന്നുണ്ട്. അവസാനത്തൊരു മസലയും കൂടി പറഞ്ഞാൽ ഇത് അവസാനിച്ചു. വൈൻ വലദത് തൗ അമൈനി, വൈൻ വലദത്, ഇനിയൊരു പെണ്ണ് പ്രസവിച്ചു, തൗ അമൈനി, 2 ഇരട്ടകളെയാണ് പ്രസവിച്ചത് എങ്കിൽ ഫഅവ്വലുൻ നിഫാസി വആഖിറുഹു മിൻ അവ്വലിഹിമാ എന്ന് പറഞ്ഞാൽ 2 പ്രസവം നടന്നു. ഒരു കുട്ടിനെ പ്രസവിച്ചു, അല്പസമയം കഴിഞ്ഞോ, ഒരു ദിവസം കഴിഞ്ഞോ, 8 ദിവസം കഴിഞ്ഞോ, 10 ദിവസം കഴിഞ്ഞോ, ഞാൻ അല്ല ഒരു മാസം കഴിഞ്ഞോ രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചു വിചാരിക്കുക എങ്കിൽ ഈ 40 ദിവസം എന്ന് പറഞ്ഞത് എവിടെ മുതൽ കണക്കാക്കുന്നതാണ്? 40 ദിവസം പ്രസവരക്തം എന്ന് പറഞ്ഞല്ലോ, ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചത് മുതൽ ഉള്ള 40 ദിവസമാണോ, രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചത് മുതലുള്ള 40 ദിവസമാണോ? മദ്ഹബി വീക്ഷണപ്രകാരം ആദ്യത്തേതിനെയാണ് കണക്കാക്കുക. ആ രക്തം ഒന്നാമത്തെ പ്രസവത്തിന് രക്തമായി പരിഗണിച്ചു പോകണം. അപ്പോൾ ഇന്നൊന്ന് പ്രസവിച്ചു, 4 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചത് എങ്കിൽ ഒന്നാമത്തെ കുട്ടിയുടെ നിഫാസായിട്ടാണ് എണ്ണിപ്പോവുക. അപ്പോൾ അത് 40 തികയുന്ന അന്ന് ശുദ്ധിയായി എന്ന് വെക്കണം. അപ്പോൾ ഇനി ഒന്ന് പ്രസവിച്ചു, 35 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രസവിച്ചത്, എന്നാലോ 5 ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ രക്തമുണ്ടെങ്കിലും അത് നിഫാസല്ല എന്നാണ് മദ്ഹബിലെ വീക്ഷണം. എന്നാൽ പ്രബല അഭിപ്രായം അങ്ങനെയല്ല. രക്തമുണ്ട് എങ്കിൽ, കാരണം അവിടെ ഒരു പ്രസവം കഴിഞ്ഞല്ലോ, രക്തമുണ്ട്, അത് തുടർന്ന് പോകുന്നു എങ്കിൽ അവിടെയും ആ 40 എന്ന ഹുക്മ് അതിനും ബാധകമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു മസ്അല. അപ്പം ഈ കിതാബിലെ അഭിപ്രായ പ്രകാരം ഒന്നാമത്തെ പ്രസവം മുതലുള്ള 40 എന്നാണ് അതിന് മാക്സിമം കണക്കാക്കാവുന്നത്. അതാണ് വആഖിറുഹു മിൻ അവ്വലിഹിമാ എന്നത്, അതിൻ്റെ അവസാനം അഥവാ നിഫാസ് രക്തത്തിൻ്റെ ലാസ്റ്റ് എന്ന മിൻ അവ്വലിഹിമാ, ആദ്യത്തെ കുട്ടി മുതലാണ് കണക്കാക്കേണ്ടത് എന്നാണ് മദ്ഹബിലെ ഒരു വീക്ഷണം. ഹദാ വല്ലാഹു അഅലം.